യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. നല്ല ഒരു ഈവനിങ് നമുക്ക് തന്നതിന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. നല്ലൊരു ദിവസം, നല്ലൊരു ഈവനിങ്. നമ്മളൊന്ന് ആലോചിച്ചാൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു റിലാക്സേഷന്റെ സമയമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത്. നമുക്ക് അറിയാം, ഈ ജോലിക്കൊക്കെ പോയി ഒരു ദിവസം നല്ല തിരക്കായിരുന്നു. രാവിലെ മുതൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ബിസി ഡേ. നമുക്ക് ഒത്തിരി ഫിസിക്കൽ വർക്ക്, നമ്മൾ പുറത്തു പോകുന്നു, വെയിലത്ത് പോകുന്നു, പൊടിയടിക്കുന്നു, എന്താ പറയുന്നത്, ശരിക്കും അധ്വാനിച്ച് തളർന്ന് വീട്ടിൽ വരുന്നൊരു സമയം അല്ലേ. അവസാനം അങ്ങനെ ഒരു ദിവസം ഒന്ന് ഇമാജിൻ ചെയ്തു. അധ്വാനിച്ച് തളർന്നും ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ എന്താ പറയുന്നത്, നമ്മൾ ടോട്ടലി ഡേർട്ടിയാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ കുറെ അഴുക്കുണ്ട്, വേർത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് എല്ലാം എടുത്തു വെച്ചിട്ടൊന്ന്, എല്ലാവർക്കും അനുഭവം ഉള്ളതല്ലേ, നമ്മൾ നേരെ പോയി ഒന്ന് കുളിക്കുമല്ലേ, നന്നായിട്ടൊന്ന് കുളിച്ച് തിരിച്ചു വന്ന് നമ്മൾ ഒരു സോഫയിലൊക്കെ ഒന്ന് ചാരി കിടന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളെന്താ അതിന് സാധാരണ പറയുന്നത്, നല്ലതായിട്ട് ഞാൻ റിലാക്സ് ചെയ്യുന്ന സമയം അല്ലേ. അതിനൊരു പ്രത്യേക കംഫർട്ട്, ഒരു സുഖം. എത്ര പേര് ആ സുഖം അനുഭവിച്ചിട്ടുണ്ട്? ഒത്തിരി തിരക്കൊക്കെ പിടിച്ച്, എസ്പെഷ്യലി ഫിസിക്കലി നമ്മൾ ഒത്തിരി ടയർഡാണ്, നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഇരുന്ന് കുറച്ചു നേരം കണ്ണൊക്കെ അടച്ചിരുന്ന് അതിന്റെ കൂട്ടത്തിലൊരു നല്ലൊരു കാപ്പിയും കൂടെ പറയുകയും വേണ്ട, റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് ഭയങ്കര റിലാക്സേഷനാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ വാസ്തവത്തിൽ ഇതിനേക്കാൾ 100 മടങ്ങുള്ളൊരു റിലാക്സേഷന്റെ പ്രോസസ്സിനകത്തൂടെ പോയിട്ടാണ് നമ്മുടെ ഈ ആരാധനയ്ക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ബോഡി പലപ്പോഴും അവിടെ ഇരിക്കുന്നില്ല, നമ്മുടെ മനസ്സ് പലപ്പോഴും അവിടെ ഇരിക്കത്തില്ല. പക്ഷെ അകത്തെ മനുഷ്യൻ ഇരിക്കുന്നത് ആ മൂഡിലാണ്. എത്ര പേരുടെ അകത്തെ മനുഷ്യന് സന്തോഷിക്കുന്നുണ്ടെന്നറിയാം? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇപ്പൊ പറയാം, ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്യാം, എന്റെ അപ്പന്റെ കൂടെ ഇരുന്ന്, എന്നെ സൃഷ്ടിച്ചവന്റെ കൂടെ, എന്നെ സ്നേഹിക്കുന്നവന്റെ കൂടെ ഇരുന്ന് അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയമാണ്. പലപ്പോഴും മനസ്സ് സമ്മതിക്കത്തില്ല, ശരീരം സമ്മതിക്കത്തില്ല. കാര്യം 100 കാര്യങ്ങൾ ഇപ്പോഴും നമ്മളിങ്ങനെ പലരും ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോ ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം, നാളത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ബുദ്ധി കുറെയൊക്കെ അതിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അകത്തെ മനുഷ്യൻ പറയുക, ഒന്നും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തോ. തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, അകത്തെ മനുഷ്യനെ അല്പസമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചെന്ന് പറഞ്ഞു. ആ ഇന്നർ മാൻ അല്ലെങ്കിൽ ദൈവവുമായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അകത്തെ മനുഷ്യൻ റിലാക്സ്ഡ് ആകുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ധൈര്യം, സന്തോഷം, സമാധാനം ഇതൊക്കെ നിറയും. നമ്മളെല്ലാം ഈ ലോകത്തിന്റെ അനേക കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടാണ് എപ്പോഴും ഇരിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ പലപ്പോഴും എന്താ പറയുന്നത്, നമ്മുടെ പിടി വിട്ടു പോകുന്നത് പോലെ നമ്മളുടെ ജോലിയുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ പിടി വിട്ടു പോകുന്ന പോലെ ആയി പോകും പലപ്പോഴും. പക്ഷെ അതിനെ റീഗെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. ഇന്നർ മാനിനെ എങ്ങനെ റിലാക്സ് ചെയ്യിക്കാൻ പറ്റുന്ന, ഇതിൽ നിന്നെല്ലാം ഒന്ന് ഡിസ്കണക്ട് ചെയ്തൊന്ന് പൊളിച്ച് സ്വസ്ഥമായി ഇരിക്കുന്നത് പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും കൂടെ ഇരുന്ന് അല്പസമയം അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ, കാര്യം അകത്തെ മനുഷ്യന് ഏറ്റവും വേണ്ടപ്പെട്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മ. അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഈ ഇന്നർ മാൻ ശരിക്കും തിരിച്ചു വരുന്ന, ഞാൻ ഈ കുളിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ബേബി സിറ്റിങ്ങിലാക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? കൊണ്ടുവിടുമ്പം ഭയങ്കരമായിട്ട് കരഞ്ഞ്, മിക്കവാറും കുട്ടികൾക്ക് അങ്ങനെയാണ്, അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല, കരഞ്ഞ് അമ്മ പോയി കഴിയുമ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ജോലിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകുന്ന അങ്ങനെ തന്നെയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ ലോകത്തിലെ പല കാര്യത്തിൽ ഇടപെടാനായിട്ട് പോകുമ്പോൾ കരഞ്ഞൊക്കെയാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വന്ന് ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം, ഈ ബേബി സിറ്റിങ്ങിന് കുഞ്ഞുങ്ങളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ടിട്ടുണ്ടോ? പേരൻസ് ചെയ്യുമ്പോൾ അപ്പനോ അമ്മയോ ഒക്കെ ചെന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ നമ്മൾ കുറച്ച് സമയം ഇരിക്കുന്നു. പക്ഷെ ബേബി സിറ്റിങ് പോകാതിരിക്കാൻ പറ്റൂ അല്ലെ? കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അവരുടെ സാഹചര്യം ഏതായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകണം,
ഭാരങ്ങളുണ്ട്, ലോകത്തിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടും. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് തിരിച്ചങ്ങോട്ട് പോയാൽ സമാധാനം നമ്മുടെ ഉള്ളിൽ ഒന്ന് അറിയും. ഹല്ലേലൂയ. ഇന്ന് അതിന് നല്ലൊരു സമയം ഇപ്പൊ കർത്താവ് തന്നിരിക്കുക. ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ആ തിരക്കുകളുടെ ഇടയ്ക്ക് നമുക്ക് ഇരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ ഒന്നുകൂടെ തിരിച്ച് അകത്തെ മനുഷ്യൻ ഇപ്പൊ എന്താണെന്നറിയാം ചെയ്യുന്നത്? അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്നും യേശുവിലുള്ളത് മുഴുവൻ എടുത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുക. പിതാവ് ഇന്നത് ചെയ്തിട്ടുണ്ട്, പുത്രൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം, നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, ഞങ്ങൾ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ കൂടെ ഒന്ന് നടന്നേ, നമുക്ക് ഒന്നിച്ച് നടക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അകത്തെ മനുഷ്യനെ അങ്ങോട്ട് ബലപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അകത്തെ മനുഷ്യൻ പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ ഇന്റലക്റ്റിനോട് സംസാരിക്കാൻ തുടങ്ങും. ബുദ്ധി നോക്കുമ്പോ have to do this, I have so many things to do, there are a lot of things in front of me, I have to complete this, that, there are so many things. നമ്മളെ ബോധർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും. പക്ഷെ അകത്തെ മനുഷ്യൻ സംസാരിച്ചിട്ട് പറയും, ബുദ്ധിയോട് പറയും, നീ ആലോചനയൊക്കെ നിർത്തിക്കേ, കൂടുതൽ അധികം അതിനെപ്പറ്റി ബോധർ ചെയ്യാതെ, കാരണം എല്ലാം നോക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പ് കിട്ടി. അത് ആരിൽ നിന്നാണ് കിട്ടിയത്? സകലതും സൃഷ്ടിച്ച് അൽഫയും ഒമേഗയുമായിരിക്കുന്ന ആദ്യവും അന്ത്യവും അറിയാവുന്നവൻ എന്നോട് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അകത്തുനിന്ന് ഉള്ളിലെ മനുഷ്യൻ നമ്മളെ അറ്റസ്റ്റ് ചെയ്ത് ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കും. ബുദ്ധിക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം അകത്തെ മനുഷ്യന് ബലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ബുദ്ധിയെ അവൻ കീഴടക്കും. കീഴടക്കിയിട്ട് അതിനെ കോൺകർ ചെയ്ത് അതിന്റെ മോളിൽ നിന്നുകൊണ്ട് പറയും, സ്റ്റോപ്പ്, മിണ്ടാതിരിക്കുക, നീ പറയുന്നത് പോലെയല്ല, നീ ആലോചിച്ച് നിന്റെ കണക്ക് കൂട്ടൽ പോലെയല്ല, യഥാർത്ഥത്തിൽ ആ അൺസീൻ വേൾഡിൽ നിനക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാണ്, ഞാൻ കണ്ടതാ എന്ന് അകത്തെ മനുഷ്യൻ ഈ ബുദ്ധിയോട് പറയാൻ തുടങ്ങും. അത് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ ബുദ്ധിക്ക് എന്ത് പറ്റും? ബുദ്ധി പതുക്കെ ഇതുവരെ ബലത്തിൽ നിന്ന് ബുദ്ധിയുടെ ബലം കുറഞ്ഞു വന്നിട്ട് ഈ ബുദ്ധി എന്ത് ചെയ്യും? പിന്നെ സംസാരിക്കുന്ന ആരോടാ? നമ്മുടെ ഈ ബോഡിയോട്, ഈ കാർണൽ ജഡത്തിനോട് സംസാരിച്ചിട്ട് പറയും, നീ കണ്ടതുപോലെയല്ല, നീ കേട്ടതുപോലെയല്ല, നീ അനുഭവിച്ചതും തൊട്ടതും പോലെയല്ല, യഥാർത്ഥം വേറെയാണെന്ന് അകത്തെ മനുഷ്യൻ പറഞ്ഞു തന്നു. അതാ റിയാലിറ്റി, അതാ സത്യം എന്ന് പറയുമ്പം ശരീരവും കീഴടങ്ങാൻ തുടങ്ങും. ഇവിടെയാണ് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു വേ ആണ്. ഹല്ലേലൂയ. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അകത്തെ മനുഷ്യൻ ആദ്യം ആ റിയാലിറ്റിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് സ്വീകരിച്ച് ബലപ്പെടുമ്പോഴായിരുന്നു നടക്കുന്നത്. എത്ര പേരുന്ന അതിന്റെ കൂടെ വരുന്നുണ്ട് ഇന്ന്? ഇതിന്റെ കൂടുതൽ ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ വചനം ഭയങ്കര ആഴ്ത്തി പഠിക്കുന്ന അതിന്റെ പ്രാക്ടിക്കലി നമുക്ക് എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിക്കണം. എനിക്കറിയാം, വളരെ ചില സമയത്ത് ജോലിയിലെ ഭയങ്കര സ്ട്രെസ് കാരണം പല കാര്യങ്ങളിൽ എന്താ പറയാ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് കലങ്ങിപ്പോയിട്ടുള്ള എത്ര പേരുണ്ട്? ചില സമയത്ത് കലങ്ങിപ്പോവാ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടി ഒന്നും അറിയത്തില്ല, എന്താ എനിക്കതിനെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. എന്റെ മനസ്സ് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് പല സന്ദർഭം. കലക്കം വന്നു കഴിഞ്ഞാൽ, മനസ്സ് അജിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് കാർണലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമ്മുടെ പല എന്താ പറയുന്ന അകത്തെ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കാനുള്ള ഡോറെല്ലാം നമ്മൾ തന്നെ ഷട്ട് ചെയ്യും. എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ പിടി നിൽക്കാത്ത ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് സ്ട്രെസ്സിനകത്തേക്ക് കയറി കഴിയുമ്പോൾ കർത്താവിനെയും മറന്നുപോയി, കൂട്ടായ്മയും മറന്നുപോയി, പരിശുദ്ധാത്മാവിനെയും മറന്നു. നമ്മൾ തന്നെ നമ്മുടെ ഡോറ് പലപ്പോഴും നമുക്ക് അറിയാം ഈ ഡോർ അടയുന്നുണ്ടെന്ന്. പക്ഷെ എങ്കിലും ചിലപ്പോൾ സാഹചര്യങ്ങളുടെ പ്രഷർ കാരണം ഈ ഡോർ അടയുന്ന അറിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരമുണ്ട്. ശരിയാണോ? എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്? അകത്തങ്ങ് അടഞ്ഞുപോയി. ഞാൻ വിശ്വാസിയൊക്കെ, എനിക്ക് എല്ലാം അറിയാം, എല്ലാം ശരിയാ, കർത്താവ് ജീവിക്കുന്നുണ്ട്, എല്ലാം ശരിയാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് ശരിയാവും. ഈ ചാലഞ്ചിൽ കൂടെ പോയ എത്ര പേരുണ്ട് ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന? ഇങ്ങനെ ഒരു ചാലഞ്ചിൽ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? സത്യം പറ. ഞാൻ പോയിട്ടുള്ളതുകൊണ്ടാവട്ടെ. ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്കിലും കുറെ പേര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നന്നായിട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു സർജറി നടത്താനായി ഇന്ന് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ ഏരിയയിൽ വേണ്ടാത്ത ചില സാധനങ്ങൾ ഇരിക്കുന്നതിനെ സർജറി നടത്തി കർത്താവിന് മാറ്റിക്കളയും. ഹല്ലേലൂയ.
തിരിച്ചൊന്ന് ബാലൻസ് വരെ ഇന്ന് ഞാൻ എന്നോടും കൂടെ തന്നെ ശുശ്രൂഷിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ, അതായത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വചനത്തിൽ അതുപോലെ പറയുന്ന എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണം എന്ന് പറഞ്ഞാൽ ജീസസ് ഹാസ് ദ ഫുൾനെസ് ഓഫ് ജോയ് because he is abiding in Father. So he has the fullness of joy and he says, I want you to be in the same mode, in the same standard. യേശുവിന് എന്ത് സന്തോഷമുണ്ടോ അതേ സന്തോഷത്തിൽ നടക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് നടക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും നടക്കുന്നില്ല. അതുകൊണ്ട് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാം അവന് കീഴ്പ്പെട്ടതായിട്ട് കാണണം, അങ്ങനെയാണ് ശരിക്കും നടക്കേണ്ടത്. പക്ഷെ കീഴ്പ്പെട്ടായിട്ട് കാണുന്നില്ല. ഇന്നും നമ്മുടെ കാലിന്റെ താഴെ പലതും മാറി നിൽക്കുക. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന ഒരു ഡെയിലി എക്സസൈസ് നമുക്ക് വേണം. ഒന്ന് ഓർമ്മ വയ്ക്കും, ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ തുറന്ന് ഏറ്റു പറഞ്ഞു. ആ സെക്കൻഡ് കൊണ്ട് എന്റെ എല്ലാ പ്രശ്നവും മാറി. ഞാൻ ഒരു സ്മൂത്ത് റൈഡ്, എനിക്ക് പിന്നെ ഒരു പ്രശ്നമേ ഇല്ല എന്റെ ജീവിതത്തിൽ. എല്ലാ അനുഗ്രഹം ഇങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. പക്ഷെ കർത്താവ് പറയുന്നത്, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ വഴി ഞാൻ പറയത്തില്ല. എങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നുള്ള ഞാൻ പറയത്തില്ല. അത് നിനക്ക് സർപ്രൈസ്. ഹല്ലേലൂയ. ശരിക്കും അനൗൺസ് ചെയ്തൊരു ബർത്ത്ഡേ പാർട്ടിയാണോ നല്ലത്, അതോ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണോ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ? നിങ്ങളുടെ ബർത്ത്ഡേ നടത്താൻ പോവാ, ഞാൻ ഇപ്പൊ പോയി കേക്ക് വാങ്ങിക്കാൻ പോവാണ്, ഇതൊക്കെ പറഞ്ഞ് എല്ലാം ഒരുക്കി ഈ ബർത്ത്ഡേയുടെ ആളിന്റെ മുമ്പിൽ വെച്ച് തന്നെ ബലൂൺ ഒട്ടിക്കുന്നു, പരിപാടികൾ ചെയ്യുന്നു, എഴുതി വെക്കുന്നു, സകല സംഗതികളും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യുന്നതാണോ, അതോ അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ പാർട്ടി കൊടുക്കുന്നതാണോ അവർ എൻജോയ് ചെയ്യുന്നത്? എത്ര പേർക്ക് ഈ എല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി തരുന്നതാണോ, നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നതാണോ ഇഷ്ടം? സർപ്രൈസ് ഇഷ്ടം എന്ന് പറയുന്നവരെല്ലാം ഒന്ന് കൈ കൊണ്ട് കാണിക്കാം. മനുഷ്യരായ ഒത്തിരി പേര് കൈ ഉയർത്തി. കാര്യം മിക്കവാറും നല്ലൊരു ശതമാനം ആളുകൾക്കും ബർത്ത്ഡേ പാർട്ടി ഒരു സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി തരാനാണ് എന്റെ ആഗ്രഹം. തരുന്നതെല്ലാം നല്ലതേ തരൂ, അത് ഞാൻ തരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. താങ്ക് യു ജീസസ്. ഒന്ന് മുമ്പോട്ടൊന്ന് കണ്ടിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും ബർത്ത്ഡേ പാർട്ടിയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എനിക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ്, മിനിറ്റ് ബൈ മിനിറ്റ്, അവർ ബൈ അവർ എനിക്ക് സർപ്രൈസ് തരുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ജീവനോടുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഓരോ മൊമെന്റിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നി ഇപ്പൊ ഈ പറയുന്ന ഒരു സർപ്രൈസ് പാർട്ടിക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്നവരെ നമുക്ക് ചിലപ്പം എന്താ പറയുക, പെട്ടെന്ന് ഇന്ന സമയത്ത് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും വിളിച്ചോണ്ട് പോകുന്നത്. അതൊന്നും വലിയ സുഖം കാണത്തില്ല. പക്ഷെ അവിടെ ചെന്ന് ഈ ബർത്ത്ഡേ പാർട്ടിയുടെ ഇതാണ് എനിക്ക് വേണ്ടി ഇവർ പാർട്ടി ഒരുക്കിയിരിക്കുകയാണെന്ന് എന്റെ മുമ്പിൽ തുറക്കുമ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ടതും എല്ലാം ഓർക്കും? ഒരിക്കലും ഓർക്കത്തില്ല. ഇതുപോലെ തന്നെയാ കർത്താവ് നമ്മളെ പല ജീവിത സാഹചര്യത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പക്ഷെ there is a gift in front of you. There's a surprise in front of you. Every moment, just expect for it and it will come right in front of you. He wants to give you a surprise. Hallelujah. ഓരോ മൊമെന്റിലും നമ്മളുടെ മുമ്പിൽ കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞതിന്റെ സർപ്രൈസ് കളയുന്നില്ല. നമുക്കൊക്കെ അറിയാം, ഈ ഭയങ്കര ത്രില്ലർ മൂവി കാണാൻ മുമ്പ് ഇപ്പം നമ്മൾ ആരെങ്കിലും പോയി ഈ നേരത്തെ പോയി കാണാത്തവരോട് പോയി കഥ പറയുന്നവർ പോയി ചിലർക്കുണ്ട്. ഇതിന്റെ എന്താ പറയാ, അതിന്റെ മുഴുവൻ സുഖവും നശിപ്പിച്ചു കളയുന്ന പോലെ സ്പോയിലേഴ്സ്. അങ്ങനെ കളയുന്ന ഒരു പരിപാടി കർത്താവിനില്ല. കർത്താവിന് ഏറ്റവും ഇഷ്ടം നമ്മൾ അതിന്റെ ത്രില്ല് മുഴുവൻ ആസ്വദിക്കുന്നു. കർത്താവ് ഒരു സ്പോയിലർ അല്ലെന്ന് പറഞ്ഞു. കുറെ ടീനേജേഴ്സിനെങ്കിലും മനസ്സിലാവുന്നുണ്ട്. കർത്താവ് ഒരു സ്പോയിലർ അല്ല, എല്ലാം അതിന്റെ സർപ്രൈസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് ത്രിൽഡ്. ഒന്ന് സ്വന്തമായിട്ട് വിളിച്ചു, ഐ വിൽ ഗെറ്റ് ത്രിൽഡ് when that plan comes in front of me, when that rolls out right in front of me, I get thrilled. എക്സ്പെക്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ത്രിൽഡ് ആകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർ ഒരിക്കൽ കൂടെ ഏറ്റെടുത്ത് കർത്താവിനോട് പറഞ്ഞ, കർത്താവെ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ ത്രിൽഡ് ആവും. കർത്താവ് ത്രിൽഡ് അടിപ്പിക്കുന്ന കർത്താവ്.
കർത്താവ് ഇങ്ങനെ ഉറക്കം തോന്നിയിരിക്കണമെന്ന് ഇഷ്ടമല്ല. കർത്താവ് ഓരോ മൊമെന്റിലും നമുക്ക് വേണ്ടിയിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ച് നിന്നെ ഞാൻ വഴി നടത്തുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടം. ഹല്ലേലൂയ. ഒരു ത്രില്ലും തരാത്ത, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ മൊണോട്ടണസ് ആയിട്ടിരിക്കുന്ന പേരൻസിനെ ഏതെങ്കിലും മക്കൾക്ക് ഇഷ്ടമാണോ? എന്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. അപ്പൊ ഇതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഒരു അപ്പനാണോ? അതോ എല്ലാ സമയത്തും അവരോട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഫാദറിനെ ആയിരിക്കും സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അവരുടെ കൂടെ ത്രില്ലായിട്ട് നടന്ന് അവർക്ക് കുറെ ത്രില്ലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നവരെയല്ലേ ഇഷ്ടം. അതിനേക്കാളും സ്നേഹിക്കുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെയുള്ള എല്ലാ മൊമെന്റിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ത്രിൽ തരാൻ, നമുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം തരാൻ, കരുതൽ തരാൻ ഒക്കെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കാരണം നമ്മളെ മാറ്റിക്കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഒന്നും അല്ലായിരുന്നു, ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മളെ. അവന്റെ സ്നേഹം കൊണ്ട് മുൻ നിർണയിച്ചു പോയി, നേരത്തെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് പറയുക, സമയമാകുമ്പോ എനിക്ക് ഇവനെ എടുത്തേ പറ്റൂ. അവനിനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ, whatever he has, I have to love him, I will pick him back. Because you got stuck in his plans. നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല, കർത്താവിന്റെ പ്ലാനിനകത്ത് നമ്മൾ പെട്ടുപോയി, ഇഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങളെ കർത്താവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു യോഗ്യതയില്ല, പക്ഷെ എന്ത് ചെയ്യാനാ ഇഷ്ടപ്പെട്ടു പോയി. കർത്താവിന് ഇഷ്ടപ്പെട്ടു പോയപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഞാൻ വല്ലതും ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വല്ലതും ചെയ്തിട്ടാണോ? ഇല്ല. ആരാ ചെയ്തത്? ഹല്ലേലൂയ. ആരാ ചെയ്തത്? പിതാവ് ചെയ്തതായിരുന്നു. പിതാവിന് ഇഷ്ടം തോന്നിയപ്പോൾ we didn't do anything. He did everything for us. He delivered us. So is it that easy to deliver someone who is under oppression? നമുക്കൊക്കെ അറിയാം, ഒരു എന്താ പറയുന്നത്, എവിടെയെങ്കിലും പോയി ഭയങ്കര ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളെ അവിടെ നിന്ന് സേവ് ചെയ്യുക, അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാളെ എവിടെ നിന്ന് സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എഫേർട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊരു എഫേർട്ട് ഇടണം. ഇതുപോലെ തന്നെ പിതാവിന് എഫേർട്ട് ഉണ്ടായിരുന്നു നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് വലിച്ചെടുക്കാൻ. ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു വാഴുന്ന രാജ്യത്തിനകത്ത് കൊണ്ടുവെക്കണമെങ്കിൽ പിതാവിന് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിതാവ് കൊടുക്കാവുന്ന, Father has given the greatest thing which he had. വില കൊടുത്തത് അല്ലെങ്കിൽ അധ്വാനിച്ചത്, ഇതിനകത്തും നമ്മളെ ഒന്ന് പറിച്ചെടുക്കണമെങ്കിൽ, അതിനെ തെരഞ്ഞെടുത്ത് ഇന്ന് നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മളെ ഒന്ന് ആക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. ഹല്ലേലൂയ. കൊടുത്ത വില എന്തായിരുന്നു? സ്വന്തം പുത്രൻ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറയും ഒരു പാവിയെ അവിടെ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ എന്റെ പുത്രനെ കൊടുക്കണമെന്ന് പറയും. പക്ഷെ അതുപോലും കൊടുക്കാൻ പിതാവ് തയ്യാറായിരുന്നു. അതുകൊണ്ട് ആ വചനത്തിൽ വീണ്ടും പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ സകലതും അതോടുകൂടെ സൗജന്യമായി തരാതിരിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ചോദ്യം ഒന്ന് ഓർത്തേക്ക്. നമ്മൾ ഈ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു we may not get the full depth of it. So if you just rephrase it and tell yourself, you will understand. ഇത്രയൊക്കെ ചെയ്തിട്ട് മറ്റത് ചെയ്യാതിരിക്കുമോ? നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി ഞാൻ ചെയ്യാതിരിക്കുമോ? ഒന്ന് ചോദിച്ചേ, ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് വേണ്ടി സകലം ചെയ്യാതിരിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഈ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, എന്റെ പൊന്ന ബുദ്ധി ഇത്രയും വരെ നടത്തിയ, ഇത്ര വയസ്സ് വരെ, ഓരോരുത്തരുടെ വയസ്സിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര വർഷം ഓർത്ത് നോക്കി, ഇത്രയും നടത്തി എന്റെ കർത്താവ് നടത്താതെ ഇരിക്കുമോ? നമ്മളെ തന്നെ ഈ അങ്ങോട്ട് ചോദിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിലൊന്ന് തൊട്ടിട്ട് ചോദിച്ചേ, ഇത്രയൊക്കെ ചെയ്തു, ഇത്രയൊക്കെ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറയാം? അകത്തുനിന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ ബുദ്ധിയെ കീഴടക്കുക. കോൺകറിങ് അവർ മൈൻഡ്, is conquering our body. He says that, see, everything is there. How much more he will give you? Hallelujah.
ടെൻഷൻ വരുമ്പോഴേക്കുള്ള ഏറ്റവും നല്ല പരിപാടി ഇതാ. പക്ഷെ പലപ്പോഴും ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അവിടെയാണ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതിനകത്തോട്ട് അവിടെ ഇടിച്ചിറങ്ങട്ടെ. ഒന്ന് പറഞ്ഞ ഇത്രയും ചെയ്തത് ഒന്ന് തലയിലോട്ടം തൊട്ടുകൊണ്ട് വരുന്നത് ഇത്രയും ചെയ്ത കർത്താവ്, ഇത്രയും അത്ഭുതം ചെയ്തു, ഇങ്ങനെയൊക്കെ നടത്തിയ കർത്താവ് ഇതിനേക്കാളും വലുത് ചെയ്തു. വിശ്വസിക്കുന്നുണ്ടോ? ചെയ്യൂ. ചെയ്യുന്ന സകലവും നന്മയ്ക്കായി കൂടി തന്നെ വേണം. ഹല്ലേലൂയ. കർത്താവാണ് ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു. വിടുവിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? ഫോഴ്സ്ഫുള്ളി അതിനകത്തുനിന്ന് വലിച്ചെടുത്തു. സ്വന്തം പുത്രന്റെ വില കൊടുത്തിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളെ വലിച്ചെടുത്തു. വല്ല യോഗ്യതയുണ്ടോ? ഒന്നുമില്ല. ഞാൻ അതിനകത്ത് കിടന്നിട്ട് ഞാൻ എന്നെ രക്ഷിക്കണമെന്ന് പോലും പറഞ്ഞില്ല. പക്ഷെ അതിനു മുമ്പേ തന്നെ അവൻ വലിച്ചെടുത്തു. കാരണം സ്നേഹിച്ചു പോയതുകൊണ്ട് വലിച്ചെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ എവിടെയാക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിനകത്ത്. ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാനൊരു രാജ്യത്തിനകത്താണ്, ഞാനൊരു രാജ്യത്തിലെ ആളാണ്, ഞാനൊരു രാജ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. അതിനകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുക. ആ രാജ്യത്തിലെ ഒരു സിറ്റിസൺഷിപ്പ് നമുക്കുണ്ട്, നമുക്കൊരു പൗരത്വമുണ്ട്. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയത്തില്ല. ഒന്നോർന്നോ, ഈ PR ഒക്കെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടിട്ടുണ്ടല്ലേ? PR കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒന്നും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആശ്വാസം വരും. സിറ്റിസൺഷിപ്പ് ഒരുവിധമൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. എന്നാൽ അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒത്തിരി പഴയ പേപ്പറുകളെങ്കിലും സൂക്ഷിച്ചു വെച്ചെങ്കിലും കുറേയൊക്കെ എടുത്ത് കളയാം. ഈ സിറ്റിസൺഷിപ്പിനകത്തായി കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ മുഴുവൻ അവകാശവും നമ്മുടെ മേൽ വരിക. പക്ഷെ കർത്താവിന്റെ രാജ്യത്തിലാക്കിയ നമുക്ക് വേറൊരു വിശേഷം കൂടെ ഉണ്ട്. We are no more ordinary citizens, we are co-heirs. That means you have the full authority as the king himself. You are a partner with him. You are a co-heir. You belongs to the ruling family. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള രാജ്യങ്ങളിൽ most of the countries are kingdoms. So there are citizens who are normal citizens. They will enjoy everything. Almost every Gulf countries, all the citizens are very rich because their king is far richer than everyone else. So he distributes everyone in an equal manner. But if you belongs to the ruling family itself, you are the most blessed because you get everything. അല്ലെ? ഒരു സാധാരണ നമുക്കൊക്കെ അറിയാം, അറബ് രാജ്യത്തെ ഒരു സാധാരണ ഒരാൾക്ക് അയാൾക്ക് തന്നെ ഏകദേശം അയാൾ തന്നെ നല്ല റിച്ചാണ്. ഹി ഈസ് എ മിയർ സിറ്റിസൺ. ബട്ട് ഇഫ് ഹി ബിലോങ്സ് ടു ദ റൂളിംഗ് ഫാമിലി, അവർക്ക് എത്ര പവർ ഉണ്ടാവും, എത്ര റിച്ച് ആയിരിക്കും. അപ്പൊ കിങ്ങിന്റെ സ്വന്തം മകനാണെങ്കിലും ക്രൗൺ പ്രിൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ, ദേ എൻജോയ് ദ മോസ്റ്റ്, അല്ലെ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് മച്ച് മോർ റെസ്പോൺസിബിലിറ്റി, ബട്ട് ദേ ഹാവ് എവറിഥിങ്. In the same manner, in his kingdom, we are the crown prince and princess. എത്ര പേര് വിചാരിക്കണം? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ആ രാജാവിന്റെ കിരീടാവകാശി എന്ന് പറയുന്ന ആളാണ് ഞാനും നിങ്ങളും. ഈ കിങ്ങിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, he has to be involved in many things. He has to do so many things. But the crown prince and princess will enjoy everything. Hallelujah. And the same thing happens in his kingdom also. നമ്മൾ ആരെങ്കിലും രാവിലെ സൂര്യൻ ഉദിക്കണോ എന്നുള്ളതിനെ പറ്റി ബോധർ ചെയ്യോ? ഈ ഗാലക്സി ഒന്നും കൂട്ടിയിടിക്കാതിരിക്കണോ എന്നുള്ളതിനെ പറ്റി ബോധർ ചെയ്യോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനേക്കാൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ നമുക്കോ ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു ബ്ലെസ്സിങ് ഉണ്ടോ? ശരി, നീ ഇന്ന് എന്റെ കൂട്ടവകാശിയാണ്, നാളെ മുതൽ സൂര്യൻ ഉദിക്കുന്ന കാര്യം ബ്രദർ നോക്കണം. രാവിലെ എല്ലാ ഗാലക്സികളും പ്രോപ്പറായിട്ടാണ് ഓടുന്നതെന്നുള്ളത് റെൻസിസ്റ്റ് നോക്കണം. ഇതൊക്കെ കർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു, എങ്ങനെ ഇരുന്നേനെ? ഉള്ള ടെൻഷൻ പോരാഞ്ഞിട്ട് അതും കൂടെ ആവത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നത്, നീ ഇതൊന്നും ചെയ്യണ്ട, എന്നെ സ്നേഹിച്ചാൽ മതി. ജസ്റ്റ് അബൈഡ് ഇൻ മീ, യു വിൽ ബെയർ ഫ്രൂട്ട്. Hallelujah.
ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതിന് ബാക്കിയുള്ളതിനെല്ലാം ഉത്തരവാദിത്തങ്ങൾ എടുക്കാനുള്ള ആൾക്കാരെ മുഴുവൻ സെറ്റ് ചെയ്തു, ദൂതന്മാരെ പോലും നമുക്ക് എല്ലാം സെറ്റ് ചെയ്തു തന്നിട്ട് കർത്താവ് യു ജസ്റ്റ് എൻജോയ്, ജസ്റ്റ് അബൈഡ് ഇൻ മീ, ജസ്റ്റ് ടോക്ക് ടു മീ സംടൈംസ്. നമ്മൾ പറയാം നമുക്ക് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം എന്നാൽ രാജാവിന്റെ അടുക്കൊന്നും എനിക്ക് സംസാരിക്കാനൊന്നും സമയമില്ല, കാര്യം എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് വിട്ടിട്ട് ഈ രാജാവിന്റെ കൂടെ നടന്നുപോയി. കർത്താവിന് നമ്മുടെ ഈ പാപം എന്ന് പറയുന്ന സാധനത്തിനെയാണ് കർത്താവിന് ഇഷ്ടമല്ല. പാപിയെ യാതൊരു വിരോധവും. പലരും വിചാരിക്കുന്നത് എന്താണ്, ഒരു ചർച്ച വരണമെങ്കിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ നിൽക്കണം. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ മനപ്രയാസം തോന്നി. കാരണം എന്നെ ഒരു നമ്മുടെ ചർച്ചിലൊന്നും ഉള്ളതല്ല, പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് അവരുടെ ആ ചർച്ചില് അവർക്കുണ്ടായ കുറെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്, കാര്യം നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചിൽ നിന്ന് പുറത്താക്കി, ചവിട്ടി പുറത്താക്കിയിട്ട് ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് ചോദിക്കുക, ബ്രദറെ എനിക്ക് ഇന്നതൊക്കെ പറ്റിപ്പോയി, എന്നെ ഇനി ചർച്ച വരണ്ട, നിങ്ങളെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുക എന്നാ പറയുന്നത് അവിടുത്തെ പാസ്റ്റർ. ഇതാണ് പഠിപ്പിക്കുക. പലരും ഭയപ്പെടുത്തിയാ നിൽക്കുന്നത്. പക്ഷെ കർത്താവ് പറയാം നിന്നെ ആ പാപത്തോട് കൂടിയാ ഞാൻ നിന്നെ എടുത്തത്, ആ പാപം കളഞ്ഞിട്ട് നിന്നെ മാത്രമായിട്ട് എടുത്താ ഞാൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള എക്സാമ്പിൾ അതല്ലേ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, ക്രിട്ടിക്കലി ഇല്ലാണെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ഭാരമില്ലേ? നമ്മൾ ആ ഇൽനെസ് അല്ലെങ്കിൽ ആ എന്താണോ അവന് വന്നിരിക്കുന്ന കുഴപ്പം, ആ അസുഖത്തിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ RCCയിലൊക്കെ പോയി പിഞ്ചു കുഞ്ഞുങ്ങൾ, ക്യാൻസർ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ അപ്പനും അമ്മയ്ക്കും ക്യാൻസറിനോട് അത്ര ദേഷ്യം ഉണ്ടാവും അല്ലെ. ആ മാതാപിതാക്കൾക്ക് ക്യാൻസറിനോട് ദേഷ്യം, കുഞ്ഞിനോട് ദേഷ്യമുണ്ടോ? ഇതുപോലെ തന്നെ പാപിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ കർത്താവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അവന്റെ പേരിലുള്ള പാപത്തിനെയാണ് കർത്താവിന് ഇഷ്ടമുള്ളത്. He hates sin, but he loves a sinner. ആ കുഞ്ഞിനെ എനിക്ക് വേണം, ആ അസുഖം മാറിയ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുന്ന ഒരു അപ്പന്റെ അമ്മയുടെ മനസ്സാണ് പിതാവിന്റെ മനസ്സ്. And the therapy which he used to cure us is Jesus. Amen. Hallelujah. Hallelujah. Jesus is the therapy. അവനെ കൊണ്ട്, പുത്രനെ കൊണ്ടാണ് എന്റെ പാപത്തിനെ മാറ്റിയിട്ട് പിതാവിനെ വീണ്ടെടുത്തത്. എന്നെ ട്രീറ്റ് ചെയ്ത എന്റെ തെറാപ്പി എന്ന് പറയുന്നത് എന്റെ പാപത്തെ മാറ്റിയതാരാ? യേശു എന്റെ പാപത്തെ കഴിക്കണം. എനിക്ക് വേണ്ടാത്തതിനെ, പിതാവിന് ഇഷ്ടമല്ലാത്തതിനെ എന്നിൽ നിന്ന് മാറ്റിയിട്ട് പിതാവിന് ഇഷ്ടമുള്ളതുപോലെ ആക്കി തന്നെ മാറ്റി. അത്ര പേര് വിശ്വസിക്കുന്നത്? നിങ്ങളെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയും. ആ സ്നേഹത്തിനകത്തേക്ക്, ആ സിറ്റിസൺഷിപ്പിനകത്തേക്ക് നമ്മളെ മാറ്റി നിർത്തിയിരിക്കേ. എന്നിട്ട് പറയാം നീ വെറും സിറ്റിസൺ അല്ല, നിനക്ക് വെറുതെ ഒരു സാധാരണ ആളെ ഇപ്പോൾ വോട്ട് ചെയ്ത് പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും, ഈ രാജ്യത്തിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എടുക്കാൻ എന്നെ നിങ്ങളെ ഇത് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് കർത്താവ് പറയാ, ഈ പുത്ര അബൈഡ് ഇൻ മീ. ഹല്ലേലൂയ. I have delivered you from the darkness and I put you in the kingdom of my son who is my love. ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ ഇരിക്കുന്ന എവിടെയാണ്? യേശുവിലേക്ക്. യേശു പറയാം ആ സ്നേഹത്തിനകത്തോട്ടാണ് നിങ്ങളെ ഞാൻ വെച്ചേക്കുന്നത്. ഇന്ന് അതിനകത്ത് നമ്മൾ കൂട്ടി. താങ്ക് യു ജീസസ്. അതിനകത്തേക്ക് ഇരിക്കുമ്പോ ഈ ജീവിതത്തിൽ വേണ്ടതെല്ലാം എനിക്ക് ഭാരം എടുത്തോണ്ട് അല്ലെ കർത്താവ് എനിക്ക് ഇന്നത് ഞാൻ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനില്ല. കർത്താവ് പറയുന്നത് നീ ഒന്ന് എന്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ചലഞ്ചസ് ആണ്. നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നടക്കും. പക്ഷെ കർത്താവ് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പലപ്പോഴും നമുക്കറിയാം നമ്മളൊക്കെ ഈ കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ദേഷ്യം തോന്നും. കർത്താവ് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ? കർത്താവ് പറയും ഇതിനകത്തോടെ കയറ്റിയിട്ട് വേണം എനിക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ. കാരണം ഈ സിറ്റുവേഷൻ നിനക്ക് താങ്ങാൻ പറ്റുമെന്നേ. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയിട്ടുള്ളതുമാണ്, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ.
എന്നാൽ ഇവനിട്ട് ഒരു കുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ എടുക്കും. വെറുതെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുമോ ഇഞ്ചക്ഷൻ എടുത്ത് വിട്ടേക്കാൻ? ഇല്ലല്ലോ. ഒരാവശ്യമുണ്ടോ അവിടെ? ഇറ്റ്സ് എ മസ്റ്റ്. അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഇഞ്ചക്ഷൻ എടുത്താൽ അവൻ സൗഖ്യമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഡോക്ടറെ എടുക്കുന്നത്, അതല്ലേ? പക്ഷെ ഈ കുഞ്ഞിന് ഇതുവല്ല മനസ്സിലാവൂ. ഡോക്ടറെ അടുക്ക പോകണമെന്ന് പറയുമ്പോഴേ കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അതിനടുക്കലോട്ട് ചെല്ലുമ്പോ തന്നെ കാര്യം അറിയാം ഇതിനാ കൊണ്ടുപോകുന്നത്. കാര്യം അതിന്റെ ആ മണവും ആ ഡോറും ഡോക്ടറുടെ ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങും. കാര്യം ഇത് വരാൻ പോകുന്നറിയാം. ഇതുവരെ പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, കർത്താവ് ഏതെങ്കിലും ഒരു വഴി കൂടെ കൊണ്ടുപോകുമ്പോൾ അലറി കൂവി കരച്ചില്ല. എന്താ, എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാ. അൾട്ടിമേറ്റ്ലി ഹി വാണ്ട്സ് ടു ഹീൽ യു. ഹല്ലേലൂയ. അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ടെന്ന്, വേണ്ടാത്തത് കളയാൻ തന്നെയാണ് തരുന്നത്. സ്നേഹിക്കുന്ന സ്ഥലം. ആ ഒരു കൊച്ചു കുഞ്ഞിന് നല്ല പനിയുണ്ട്. ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേഴ്സ്റ്റ് ആണ്. അത് വേഴ്സ്റ്റ് ആവുന്നതാണോ നല്ല, അത് നേരത്തെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണോ? പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മുടെ ട്രാക്കിൽ കൂടെ ഒക്കെ നടന്നായിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നേനെ. ഒട്ടുമല്ല. അത് ബെസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ട്രാക്ക് മാറ്റിയത്. ആ ട്രാക്കിൽ നിന്ന് മാറ്റി നമ്മളെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ട്രാക്ക് എവിടെ കൂടെ ഇപ്പൊ ഓടിക്കുന്നുണ്ടോ അത് റൈറ്റ് ട്രാക്ക് ആണെന്നൊന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. റൈറ്റ് ട്രാക്കിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. ഒന്നുകൊണ്ടെന്ന് പറഞ്ഞ റൈറ്റ് ട്രാക്കിലാണ്. അതിന്റെ നല്ല പദ്ധതിയിൽ കൂടെ തന്നെ എന്നെ നടത്തിയിരിക്കും. എനിക്ക് താങ്ങാൻ പറ്റാത്തത് പലതും ഞാൻ പോലും അറിയാതെ എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന, മുന്നമേയുള്ളതെല്ലാം അറിയാവുന്നവൻ എനിക്ക് മുമ്പേ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മൾ ഈ ചെസ് കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പം ഈ നമ്മൾ ഈ കാലാളം എന്ന് വിളിക്കുന്ന പോണിനെ ചിലപ്പോൾ കൊണ്ടുവന്ന് നമ്മള് we have to lose it, അല്ലെ? മുമ്പിലൊക്കെ ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് പല കാര്യങ്ങളിലും നമ്മളൊരു പോണിനെ ചിലപ്പോൾ കൊണ്ട് കളയും. കാലാളം എന്ന് പറയുന്നതിനെ നമ്മൾ പലപ്പോഴും കളയേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഇഫ് യു വാണ്ട് ടു പ്രൊട്ടക്ട് ദ കിങ് ആൻഡ് ക്വീൻ, സംടൈംസ് യു ഹാവ് ടു ഡു ഇറ്റ്. ബട്ട് ഇറ്റ്സ് എ സ്ട്രാറ്റജിക് മൂവ്. A strategic player or an expert, he knows if he loses something, he's gaining tenfold. And my father, he knows which is the best move for me. ഇന്ന് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും എനിക്ക് വേണ്ടി കർത്താവ് കളിക്കുന്ന കളിയിലെ എന്റെ പുറകിൽ എന്നെ ഓരോ സ്ഥലത്തും പ്ലേസ് ചെയ്യുന്ന എന്റെ ബാക്കിലിരിക്കുന്ന പ്ലെയർ ആരാന്നറിയാമോ? തങ്കോളർ എപ്പോഴും പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്. ഹല്ലേലൂയ. നമ്മളെ മൂവ് ചെയ്യുന്ന ആരാന്നറിയാം? എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്. ആദ്യം അന്തവും അറിയാവുന്നവൻ, കളി എങ്ങനെ തീരുമെന്നും ഇത് ജയിച്ച കളിയാണെന്നും പ്രഖ്യാപിച്ചൊരുവനാണ് എന്നെ നിങ്ങളെ ഓരോരുത്തർക്ക് പ്ലേസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവൻ, എനിക്ക് വേണ്ടി ഏത് സാക്രിഫൈസും ചെയ്യാൻ. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ, വീണ്ടും വചനം പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ സകലതും അതിനോടുകൂടെ സൗജന്യമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. പ്ലേസ് ചെയ്യുന്ന കർത്താവ് ഒന്ന് പറഞ്ഞ, എന്നെ നാളെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി അടുത്തടത്തോട്ട് നിൽക്കുന്നെങ്കിൽ ഹീസ് പ്ലേസിങ് മീ ദേർ. ഓ ഹല്ലേലൂയ. എനിക്ക് വല്ല റോളും ഉണ്ടോ? ഞാനിങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നിന്നു കൊടുത്താൽ മതി, കർത്താവ് എന്നെ എടുത്ത് പ്ലേസ് ചെയ്തു. താങ്ക് യു ജീസസ്. ഈ ചെസ് കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഓർത്ത് നോക്കി, ഈ പോണും ബിഷപ്പും ഒക്കെ തിരിഞ്ഞു നിന്നിട്ട് കളിക്കുന്ന ആളിനോട്, അത് വെക്കുന്ന ആളിനോട് പറയാം, എനിക്കിപ്പോ സൗകര്യമില്ല അങ്ങോട്ട് നീങ്ങാൻ, ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അവന്റെ ബലമേറിയ ഭുജത്തിന്റെ താഴെ താന്നിരുന്നു കൊടുത്ത് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഒന്ന് വായി തുറന്നു പറഞ്ഞേ, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമേറിയ ഭുജത്തിന്റെ താഴെ ഞങ്ങൾ താന്നിരുന്നു. വെറും കൈയൊന്നുമല്ല, ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. എന്നെ പ്ലേസ് ചെയ്യുന്ന ആരാന്നറിയാം? മൈറ്റി ഗോഡ് ഹിംസെൽഫ്. ഞാനായിട്ട് ഉയരാവുന്ന ഒരു പരിധിയുണ്ട്, പക്ഷെ കർത്താവ് ഉയർത്തിയാൽ അതിനൊരു പരിധിയില്ലാത്ത ഉയർത്തൽ.
According to his riches and according to his glory, he will lift you up. Amen. Hallelujah. തക്ക സമയത്ത് തന്നെ ഉയർത്തേണ്ടതിന്. ആ സമയം ഏതാണെന്നറിയാമോ? അതാണ് കർത്താവിന്റെ സമയം. തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ എന്നെ ഉയർത്തേണ്ടതിന് ഞാൻ അവന്റെ താഴത്താൻ നിന്നാണ്. കാര്യം ഞാൻ ഉയർന്ന എത്ര പേര് ഉയരാൻ പറ്റും? എന്റെ ബലത്തിനനുസരിച്ച് ഉയരാൻ പറ്റും. പക്ഷെ ഞാൻ കർത്താവിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതല്ലോ. വല്ല എഫേർട്ടും ഉണ്ടോ? ചുമ്മാതെ റിലാക്സ് ചെയ്തിരുന്നാൽ മതി. ഉയർത്തി 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 മാറ്റി. പലപ്പോഴും നമ്മൾ പറയുന്നത് ഇതിന്റെ താഴെയൊന്നും എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ. അവിടെയാ പ്രശ്നം. കർത്താവിനോട് പറഞ്ഞു ഞാനൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക, എന്റെ തക്ക സമയത്ത് ഉയർത്തിയാൽ മതി. നിന്റെ ടൈം റൈറ്റ് ടൈം, നീ ചെയ്യുന്ന റൈറ്റ്, കർത്താവിന്റെ മൂവ് റൈറ്റ്. ഒന്ന് ഇരുന്ന് നോക്കിയ കർത്താവ് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് ഏറ്റവും ബെസ്റ്റ്. കർത്താവിന്റെ പ്ലാൻ, കർത്താവ് വെച്ചിരിക്കുന്നത് അതിനകത്തൊന്നും ആ ദൈവരാജ്യത്തിനകത്തൊന്ന് വസിച്ച് നമുക്ക് പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാവലിംഗ് ഒരു രാജ്യത്ത് നിന്ന് അനുഭവിക്കുക. നമുക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം നമ്മൾ കനേഡിയൻ സിറ്റിസൺ ആയിട്ട് നമ്മളൊന്ന് ഓർക്കുക, നമ്മുടെ ഈ ഹെൽത്ത് കാർഡ് ഉണ്ട്. ഈ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ട്രീറ്റ്മെന്റ്, അതായത് ലോക രാജ്യങ്ങളുടെ നിലവാരത്തിലുള്ള നല്ല ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് നിൽക്കാതെ കറങ്ങി തിരിഞ്ഞ് നാട്ടിൽ പോയെന്ന് വെച്ചു, ഇന്ത്യയിൽ പോയെന്ന് വെച്ചു, അവിടെ തന്നെ ഏതെങ്കിലും ഇപ്പം കിംസിൽ ചെന്നിട്ട് ഹെൽത്ത് കാർഡ് കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പറയാ ഇത് ഒണ്ടേറിയോ ഹെൽത്ത് കാർഡാണെന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, പെട്ടെന്ന് ചെയ്യണം, ഇത് ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഈ പരിപാടി ദൈവരാജ്യത്തിൽ നിൽക്കത്തില്ല, പകരം ഹെൽത്ത് കാർഡ് കൊണ്ട് വേറെ പലയിടത്തും പോയിട്ട് എനിക്കത് വേണം ഇത് വേണം എന്നാ പറയും. ഒരിക്കൽ കൂടെ സ്വന്തമായിട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ വിളിച്ചു, ഇന്ന് സ്വന്തമായിട്ട് പറയിക്കുക എല്ലാവരെയും കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളും പറയാം. ഹെൽത്ത് കാർഡ് കൊണ്ട് വേറെ രാജ്യത്ത് കറങ്ങി നടക്കാതെ ബെനിഫിറ്റ് കിട്ടുന്നിടത്ത്, അർഹതയുള്ളിടത്ത് നിന്നിട്ട് കാണിച്ചോ, സകലവും നടക്കും. ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് അനുഭവിക്കും. ഈ കിട്ടുന്ന ബെനിഫിറ്റ് മുഴുവൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഈ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും. അവിടുന്ന് പുറത്തു പോയാൽ യാതൊന്നും നടക്കും, ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ഞാൻ ഇന്ന് പോയി കൂടുതൽ വായിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമുക്ക് 4-5 ഒക്കെ വരുമ്പോൾ അവിടെ അറിയാം, അബൈഡ് ഇൻ മീ. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കും. അവിടെ ആരോടാ പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കണമെന്നാണോ പറഞ്ഞത്? He gives us the first place and the first choice. Choice is ours. Abide in me. You abide in me. Then I will abide in you. ആദ്യം ആരാ ചെല്ലേണ്ടി? ഞാനാ നിൽക്കേണ്ടിയത്. അപ്പോൾ കർത്താവിന്റെ കൂടെ ചോയ്സ് നമ്മുടെ. കർത്താവ് ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ചോയ്സ് ഇസ് യുവേഴ്സ്. കം ആൻഡ് എൻജോയ്. കം ആൻഡ് ഷെയർ തിങ്സ് വിത്ത് മീ. നമ്മളാണ് കർത്താവിന്റെ കൂടെ നിൽക്കേണ്ടത്. ചോയ്സ് നമ്മുടെ കയ്യിലാണ് കർത്താവ് തന്നെ. ആദാമിന്റെ ഹവ്വയുടെ അടുക്ക പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഫലമോട് ആ പഴമോട് ഇല്ലായിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ട്. കർത്താവ് പറയും ഇവന്മാരെന്തായാലും പ്രശ്നം കാണിക്കും, എന്നാ പിന്നെ ഇത് ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കായിരുന്നായിരുന്നു വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചില അങ്ങനത്തെ ഒരു രീതി ചിന്തിക്കുമ്പോൾ പലപ്പോഴും കർത്താവ് ചെയ്ത പലതും മണ്ടത്തരമാണ് നമുക്ക് തോന്നും. ഈ നമ്മുടെ ഈ വലിയ ബുദ്ധി ഉണ്ടല്ലോ, അത് വെച്ച് ചിന്തിക്കുമ്പോൾ ആ മരം അവിടെ വെക്കാതിരുന്നപ്പോഴായിരുന്നു വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. Choice is yours. He gave you the full authority. He loves you so much that is why he's opening up everything for you. ഒരു രഹസ്യങ്ങളും ഇല്ല കർത്താവ് ഒരു രഹസ്യങ്ങളും ഇല്ലാതെയാണ് ആദാമിന്റെ ഹവ്വയുടെ മുമ്പിൽ അത് തുറന്നു വെച്ചു കൊടുത്തിട്ട് പറഞ്ഞതാ ഇതാണ് എന്റെ കയ്യിലുള്ളത്. ഈ സ്നേഹമായിരുന്നു സ്വർഗം തുറന്ന പുത്രനെ വരെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ട് പറയാ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് തന്നു. താങ്ക് യു ജീസസ്. ഇന്ന് യേശു നമുക്ക് വേണ്ടിയിട്ട് സകലതും, പിതാവ് നമുക്ക് വേണ്ടി എല്ലാം തന്നു കഴിഞ്ഞു. ഇന്ന് ചോയ്സ് നമ്മുടെ. കർത്താവ് പറയാ സകലതും തുറന്നു വെച്ചത് എന്നെ ഒന്ന് സ്നേഹിച്ച് അബൈഡ് ഇൻ മീ,
നിങ്ങൾ ആദ്യം തന്നെ എന്റെ കൂടെ ഞാൻ നിങ്ങളിൽ വസിക്കാം. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, ഇഫ് ദ ബ്രാഞ്ച് ഹാസ് ടു ബി വിത്ത് ദ വൈൻ, then he will have life and fruit. ഈ രാജ്യത്തിനകത്ത് നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഈ കാർഡ് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. പലപ്പോഴും നമ്മൾ ഇതിനകത്തുനിന്നെല്ലാം ഓടി നടന്നിട്ടാണ് എന്നിട്ട് പറയാം, എനിക്ക് ആ ബെനിഫിറ്റ് വേണം, എനിക്ക് എന്തുകൊണ്ട് കർത്താവേ, എനിക്ക് ആ അനുഗ്രഹമില്ല, ഈ അനുഗ്രഹമില്ല, എന്റെ കാര്യങ്ങളെല്ലാം പ്രശ്നം. വേർ ആർ യു അബൈഡിങ് ഇൻ ഹിം? തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ കണക്ഷൻ എവിടെയാണെന്ന് ഞാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ കണക്റ്റഡ് ആണോ, പ്ലഗ് ഊരി പോയിട്ടുണ്ടോ നോക്കണമെന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ പ്ലഗ് ഊരി നിന്നിട്ടാ പറയുന്നത്, ഫാൻ കറങ്ങുന്നില്ല, മോട്ടോർ ഓടുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പ്ലഗ് ഊത്തിട്ടുണ്ടോ നോക്കിയേ. ആർ യു കണക്റ്റഡ് ടു ദ സോഴ്സ്? then it will work. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് സ്നേഹത്തിന് കുറവ് വേറെ ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെൽത്ത് കാർഡ് കൊണ്ട് പോയിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് നാട്ടിലെ മെഡിക്കൽ കോളേജ് എന്നിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഇതുപോലെ തന്നെ നമുക്ക് ദൈവരാജ്യത്തിനുള്ള ഒരു ബെനിഫിറ്റും ആ രാജ്യത്തിനകത്തല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടില്ല, ഉറപ്പാണ്. പക്ഷേ നീ ആ രാജ്യത്തിലെ ആളാണ്, രാജ്യത്തിന്റെ കിരീടാവകാശിയാണെന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്തു. നാട്ടിൽ നമ്മൾ കാനഡയിൽ നിന്ന് പോയി, ഒരു കനേഡിയൻ സിറ്റിസൺ ആണ്, നാട്ടിൽ പോയി. നാട്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ കനേഡിയൻ ഗവൺമെന്റ് ഇടപെട്ടിരിക്കും നിശ്ചയം. മനസ്സിലാകുന്നുണ്ടോ ഈ പറഞ്ഞതിന്റെ ഡിഫറൻസ്? ബെനിഫിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നിനക്ക് നേരെ ആരെങ്കിലും ഒന്ന് വിരൽ ചൂണ്ടിയാൽ നിന്നെ ഉത്തരവാദിത്തമുള്ള രാജ്യം വെറുതെ ഇരിക്കട്ടെ. That kingdom will react. Thank you, Jesus. That is why if somebody is opposing you, if somebody is creating issue against you, they are kicking against thorn. മുള്ളിന് നേരെ ഉതയ്ക്കുന്നെന്ന് പറയുന്നത് കൊണ്ടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവ് സമ്മതിക്കും. ചിലപ്പോൾ നിനക്ക് ബെനിഫിറ്റ് കിട്ടാതെ പോകും. പല കാര്യങ്ങളിലും ഫ്രൂട്ട്, യു മേ നോട്ട് ഹാവ് ഫ്രൂട്ട് സംടൈംസ് ഇഫ് യു ആർ നോട്ട് അബൈഡിങ് ഇൻ ദ കൺട്രി, ഇൻ ദ കിങ്ഡം. But if something happens, if somebody is acting against you, the kingdom will never sit alone. He will react. That kingdom will react. എന്റെ കർത്താവ് നിന്റെ ഏതെങ്കിലും ആവശ്യത്തിൽ നിനക്ക് സഹിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാധനം വന്നാൽ സ്വർഗം വെറുതെ ഇരിക്കത്തില്ല, നിശ്ചയം. The whole heaven will be active for us. Thank you, Jesus. ഈ ബെനിഫിറ്റ് മുഴുവൻ കിട്ടണമെങ്കിൽ, ഈ രാജ്യത്തിനകത്തേക്ക് തിരിച്ചു കയറണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല, ഒറ്റ നിമിഷം മതി. നമ്മളെ ഒന്നും ഒരിക്കലും കൈവിട്ട് കളയുന്നവനല്ല. യേശുവേ എന്നൊരൊറ്റ വിളി മതി, ഈ ഫ്ലൈറ്റ് തിരിച്ച് ഈ രാജ്യത്ത് ലാൻഡ് ചെയ്യും. ഈ കിങ്ഡത്തിനകത്ത് നമ്മളെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. യേശുവേ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ തിരിച്ച കിങ്ഡത്തിനകത്ത് കൊണ്ടുവരാനുള്ള മുഴുവൻ അതോറിറ്റിയും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്നേഹത്തിലാണ് നമ്മളെ ആക്കി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഒരു അത്യാവശ്യം വന്ന് നമ്മൾ നാട്ടിൽ വെച്ച് നമുക്കിപ്പോ ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നൊരു സർജറി വന്നു, എനിക്ക് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ വയ്യ. ഈ ഹെൽത്ത് കാർഡ് കൊണ്ട് നടന്നാൽ നമുക്ക് നാട്ടിൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ എന്തെങ്കിലും എനിക്കൊന്ന് വേണമെങ്കിൽ ഞാനൊരു 18 മണിക്കൂർ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ തിരിച്ചിവിടെ വരുന്നത്, അല്ലെ? എന്നാലല്ല നമുക്ക് ഈ രാജ്യത്തിന്റെ ബെനിഫിറ്റ് കിട്ടും. ഈ തിരിച്ചുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്താൽ എന്താണെന്നറിയാം, യേശുവേ എന്നുള്ള ഒരൊറ്റ വിളി, ആ ഫ്ലൈറ്റിൽ നിങ്ങൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തിരിച്ച് ഈ രാജ്യത്തിനകത്ത് നിങ്ങളെ ആക്കി തിരിച്ചു വെക്കും. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും ഒരു ഭാരവും വേണ്ട, തിരിച്ചു വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവിനോട് ഒറ്റ നിമിഷം ഹൃദയത്തിനകത്തുനിന്ന് കർത്താവിനോട് പറഞ്ഞ, കർത്താവെ ഞാൻ വിട്ടുപോയ സമയമുണ്ട്, എന്റെ തീ കെട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ച സമയമുണ്ട്, എനിക്കിന്നൊന്ന് തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് തിരിച്ചതിനകത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും കൈവിടത്തില്ല, തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിനെ അത് നന്നായിട്ട് അറിയാം. എന്റെ ബലഹീനതകൾ മുഴുവൻ അറിയാവുന്ന ഒരു യേശു ഉള്ളതിനായിട്ട് സ്തോത്രം. എന്റെ എല്ലാ കുറവും അറിയാവുന്ന ഒരു കർത്താവിന്റെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഉറപ്പ് തരുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയാവുന്ന, നിങ്ങളുടെ എല്ലാ കുറവുകളുടെയും, every inabilities, every lack, everything, he knows you very well. Thank you, Jesus. And he says, whatever you do, even if you say that I don't want you, he will never leave you. He will never force it. He proved it. He proved it. Just look at Peter. He cursed him like anything. But even at that time, Jesus was preparing that breakfast for him. He already prepared it. പത്രോസ് തള്ളി പറഞ്ഞിട്ട് ഇവനെ ഞാൻ അറിയുന്നേ ഇല്ലെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞൊന്ന് നോക്കി, യേശു തിരിഞ്ഞൊന്ന് നോക്കി, അപ്പോഴാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസ് കരഞ്ഞോണ്ട് പോയത്. പക്ഷെ തിരിഞ്ഞു നോക്കിയ നോട്ടത്തിലും ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു, നീ തിരിച്ചവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്റെ മുമ്പിൽ വരുന്നു, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത് നിനക്ക് വേണ്ടി ഞാൻ ഇപ്പോഴേ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം മതി കേട്ടോ, ഒരു നിമിഷം മതി കർത്താവിന്റെ അടുത്ത് തിരിച്ചു. He loves us so much. And today he's assuring, Holy Spirit is assuring that I love you. And Jesus loves you. Father loves you. And whatever he sanctions or whatever he permits, it is for your goodness. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എവിടെ പ്ലേസ് ചെയ്താലും, ജീവിതത്തിൽ ഏതൊക്കെ മൂവ് ചെയ്താലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഞാൻ ഇരിക്കുന്നത് സർവശക്തന്റെ കൈക്കകത്താണ്, ഞാൻ സർവശക്തന്റെ പ്ലാനിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത വഴിയിലൂടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, എനിക്ക് പലപ്പോഴും നല്ലതല്ലെന്ന് തോന്നുന്നിടത്തൂടെ കർത്താവിനെ കൊണ്ടുപോകുമ്പോഴും അൾട്ടിമേറ്റ്ലി എനിക്ക് വേണ്ടിയിട്ട് കർത്താവ് എയിം ചെയ്യുന്നത് ഏറ്റവും ഉയരത്തിലുള്ളത്, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്, എനിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആക്കി തീർക്കുന്നത്, അതിനകത്തേക്ക് കർത്താവ് എന്നെ സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നു. I am not an expert because I don't know the future, but he is an expert who knows the future. He knows everything till eternity. And I am in his plan. He places me. He guides my life. And if you really believe that he is the one who is guiding you, and if you proclaim that Jesus is my Lord, then you don't have a lordship. He has the lordship. The decision is his. The authority is his. And when he does things, just abide in him and see what is going to happen in future. Because the word itself says that my plans are way above than your plans. Your thinking pattern is way below than what I think. If you need an inferior thing, yes, let it happen according to your will. But if you know, and if you need something which is superior, just say that let everything happen according to your perfect will, and that will happen to you. And it says that according to his perfect will, because his plans are perfect. Hallelujah. യേശു ഒരു പെർഫെക്ഷനിസ്റ്റ്. ലോകത്തിൽ എന്നല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ പെർഫെക്ഷനിസ്റ്റ് ആണ് എന്റെ അപ്പൻ. എത്ര വിശ്വസിക്കുന്നു? എന്നെ സൃഷ്ടിച്ച പിതാവാണ് ഏറ്റവും വലിയ പെർഫെക്ഷനിസ്റ്റ്. ലോകത്തിൽ ഏത് ക്രിയേഷൻ എടുത്ത് നോക്കിയോ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കും. ഗാലക്സീസ് മൂവ് ചെയ്യുന്നത് മുതൽ ഒരു ചെറിയ ബട്ടർഫ്ലൈ ഉണ്ടായി വരുന്നത് വരെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കും. If he can plan such things in the most detailed way, how much more he will plan for us. സ്വന്തം പുത്രനെ വചനം വീണ്ടും നോക്കിയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്കായി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി ചെയ്ത് തരാതിരിക്കുമോ? ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഗാലക്സികളെ മുഴുവൻ കോൺസ്റ്റലേഷൻസിനെ മുഴുവൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ എനിക്ക് വേണ്ടി നാളത്തേക്കുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുമോ? എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യാതിരിക്കുമോ? ഹല്ലേലൂയ.
ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ തന്നെ ഇവിടെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ അകത്തെ മനുഷ്യനെ കൊണ്ട് ഞാൻ എന്റെ ഇന്റലക്റ്റിനെയും എന്റെ ബോഡിയെയും ഞാൻ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. അകത്തും നമ്മൾ തന്നെ നമ്മളെ തന്നെ, അതുകൊണ്ട് ആ വചനത്തിൽ പറയുന്നില്ലേ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനെതിരായിട്ട് പൊങ്ങുന്ന സകലതിനെ ഞാൻ ഇടിച്ചു കളയുന്നു. വെറുതെ നിൽക്കുന്ന എന്തെങ്കിലും ബലമില്ലാത്തൊരു സാധനത്തിന് നമുക്ക് ഇടിക്കേണ്ടി വരത്തില്ല അല്ലേ, തൊട്ടാൽ താഴെ വീഴുന്നത്. പക്ഷെ നമ്മുടെ ഈ ഇതിനകത്തുനിന്ന് വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തെ ഇടിച്ചെങ്കിലേ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ തന്നെ ചിന്തയിൽ നമ്മളെ തന്നെ മാറ്റേണ്ടി വരും. അകത്തെ മനുഷ്യനോട് വീണ്ടും വീണ്ടും ബലപ്പെടുത്തിയിട്ട് പറയണം, ഇല്ല, നീ കാണുന്നതല്ല, നീ ചിന്തിക്കുന്നതല്ല, നീ വിചാരിച്ചതുപോലെ അല്ല നടക്കാൻ പോകുന്നു. എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് എനിക്ക് കർത്താവ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിവിടെ ഇരിക്കുന്ന, ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നമ്മളോട് കർത്താവ് പറയുന്നത്, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് ഈ രാജ്യത്തിനകത്ത് കയറാൻ ഇന്ന് കർത്താവ് സാധ്യത തന്നു. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞ, കർത്താവ് ആ രാജ്യത്തിനകത്ത് എനിക്ക് വീണ്ടും വരണം, എനിക്ക് ആ ഫുൾനെസ്സിനകത്ത് നിൽക്കണം, ഞാൻ നിന്റെ പ്ലാനിനകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ലോകം മുഴുവൻ അൺസർട്ടനിറ്റി. വാസ്തവം പറഞ്ഞാൽ നമ്മളാരും അറിയുന്നില്ല കേട്ടോ അൺസർട്ടനിറ്റി. ഇതെന്നെ കേട്ടോണ്ടിരിക്കുന്ന പലരും ഇത്ര സന്തോഷത്തോടൊക്കെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഭാരം പ്രയാസമെന്നൊക്കെ. ഒന്നുമല്ല, നമ്മൾ ബഞ്ച് ഓഫ് ജോയ്ഫുൾ പീപ്പിൾ. ലോകത്തിൽ ഓരോരുത്തർ വിളിച്ചൊരു ഫോൺ നമ്മുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും ഒരു 2 ഫോൺ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, അപ്പൊ അറിയാം. പീപ്പിൾ ആർ ഗെറ്റിംഗ് ടെററൈസ്ഡ്. എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത്, എന്താണെന്നൊന്നും ആർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ അവിടെയൊക്കെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്നുണ്ട്. ഇന്നെന്നെ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ, എന്നേ കരഞ്ഞു തുടങ്ങി. നമ്മുടെ കരച്ചിൽ വളരെ കുറവാണ്. കാരണം ക്രിസ്തുവിൽ നമുക്കൊരു ഉറപ്പ് വന്നു. ഈ വല്ലപ്പോഴൊക്കെ ഈ രാജ്യത്തിൽ നിന്ന് ചാടി പോകുമ്പോഴാണ് നമുക്കൊരു ചെറിയ കരച്ചിലും പ്രശ്നമൊക്കെ വരുന്നത്. വീണ്ടും അതിനകത്തോട്ട് തിരിച്ചൊന്ന് കയറി കഴിയുമ്പോൾ വീണ്ടും സന്തോഷം തിരിച്ചു വരും. ഹല്ലേലൂയ. ലോകത്തിൽ അനേകർ ഭാരവും പ്രയാസവുമായിട്ട് ഓടി നടക്കുമ്പോൾ ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന കൃപയെ ഓർത്ത് കർത്താവിനെ മാത്രം. ലോർഡ്ഷിപ്പ് യേശുവിന്റെ കയ്യിലാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നും പരസ്പരം അങ്ങോട്ട് നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ, രക്ഷപ്പെട്ടു ബ്രദറെ, രക്ഷപ്പെട്ടു സിസ്റ്ററെ, കർത്താവ് കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുക. എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, രക്ഷപ്പെട്ടു. കാരണം എറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങൾ ശരിയായി. ഇതിപ്പോ ഒരു രക്ഷപ്പെടൽ വേണം. നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടുള്ള പ്ലാനൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷെ എറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങളിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നവരാ. നിന്നെ കേൾക്കുന്ന ഒരു രക്ഷ എന്ന് പറയുമ്പോൾ വളരെ ഈസി അല്ലേ. വെള്ളത്തിൽ പോയാൽ അറിയാം, നീന്തൽ അറിയാമോ എത്ര രക്ഷ എന്താന്നതിന്റെ വില. ഹല്ലേലൂയ എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങളിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് അവസ്ഥ മുഴുവൻ മാറി. വെള്ളത്തിൽ നിന്ന് വലിച്ച് മുകളിലിട്ട് കഴിഞ്ഞു. രക്ഷയ്ക്കകത്തേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്വന്തം പുത്രന്റെ രാജ്യത്തിൽ അവന്റെ കൂടെ ഇരിക്കാൻ, കർത്താവിന്റെ ഒപ്പം ഇരിക്കാൻ കർത്താവ് വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇതെല്ലാം പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഴയത് മുഴുവൻ മറന്നു. പിന്നിലുള്ളത് മറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം മറക്കുന്നത് എന്താ പറയുക, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നിലുള്ളത് മറക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലുള്ള പരാജയം, തോൽവി, പ്രശ്നം, ഇത് മറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, പിന്നിലുള്ളത് മറന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ചെയ്ത സകല നന്മയെ ആദ്യം മറക്കും, എന്നിട്ട് പരാതി തോന്നും. അതിനങ്ങനല്ല പറയുന്നേ എന്ന് പറഞ്ഞാൽ, പിന്നിലുള്ളത് മറക്കാന്ന് പറഞ്ഞാൽ കർത്താവ് നടത്തിയ വഴിയെയല്ല മറക്കേണ്ടത്, പരാജയത്തെ മറക്കണം, പറ്റാതെ പോയ സാഹചര്യങ്ങൾ, എനിക്ക് പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞ സാഹചര്യം, അതിനെ മറക്കണം. പക്ഷെ മുമ്പിലോട്ട് എന്തിനെ പിടിച്ചോണ്ടാ ഓടേണ്ടത്? ഇത്രയും നടത്തിയവൻ എന്നെ നടത്തും, ഇത്രത്തോളം ജയം നൽകിയ പിതാവ്, ഇത്രത്തോളം എന്നെ നിർത്തിയവൻ എന്നെ മുമ്പോട്ട് നടത്തും. ഹല്ലേലൂയ. മനസ്സിലുള്ളവരെ പറഞ്ഞോണ്ടിരിക്കും, അകത്തോട്ട് തന്നെ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ബാലൻസ് തെറ്റാൻ വളരെ ഈസി. ഇത്രത്തോളം നടത്തി പറ്റും.
ഇപ്പൊ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. Oh, Jesus. കാനഡയിൽ വരാനുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത ദിവസം കണ്ണടച്ചൊന്ന് നോക്ക്. കണ്ണടച്ചോണ്ട് ഒന്ന് ഒരൊറ്റ നിമിഷം നോക്ക്. വല്ല ഉറപ്പുണ്ടായിരുന്നു അത് കിട്ടുമെന്ന്. 100% ഈ വിസ അടിക്കുന്ന ഇത്ര ഉറപ്പുള്ളവർ ആരും ഇവിടെ വന്നിട്ട്. കാര്യം എന്തും സംഭവിക്കാവുന്ന കാര്യം. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് നിങ്ങളുടെ കയ്യിലേക്ക് സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് ആദ്യമായിട്ട് എവറിത്തിങ് ഈസ് ക്ലിയർ എന്ന് നിങ്ങൾക്ക് അവസാനം ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയ ഒരൊറ്റ ദിവസം നോക്കി. കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അതിന്റെ ആ ഒരു ഗ്രാവിറ്റി മനസ്സിലാകത്തില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന പേരൻസിനെ അറിയാം. കണ്ണടച്ചൊരു നിമിഷം ഓർത്തെ. ഹല്ലേലൂയ. അത് നന്ന കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ എറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ പോയാൽ abide in him and go forward. Thank you, Jesus. Thank you, Jesus. കൂട്ടായ്മ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ കലങ്ങി പോകുമ്പോഴാണ് നമ്മുടെ മനസ്സിടുങ്ങി പോകും. ഒത്തിരി പ്രശ്നവും ഭാരവും ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡോറും അങ്ങോട്ട് അടച്ച് ഇതൊന്നും നടക്കത്തില്ല, കർത്താവ് എന്ത്, ഇതെല്ലാം നമുക്ക് പിന്നെ ചോദ്യങ്ങളാണ്. പക്ഷെ അന്നേരം ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഈശോണ്ട്. നമ്മൾ നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങും പോകുന്നു, നഷ്ടപ്പെടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതാ നമ്മൾ ആ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തുനിന്നെ നീ. ഞാൻ ഓടിപ്പൊക്കൊണ്ടിരിക്കുമ്പോഴും അത്ര നേരം നിൽക്കുക. എത്ര പോയോ അത്രയും വെയിറ്റ് ചെയ്യും. മടുത്ത് മാറി ആ പോയത് പോട്ടെ എന്ന് പറയുന്നൊരു കർത്താവല്ല, നിന്ന് തിരിച്ചു വരുന്നത് വരെ. അതാ പറഞ്ഞ ആ വിധവ ഒരു കാശ് പോയപ്പോ ബാക്കി വീട് മുഴുവൻ അടിച്ചു പരതി നോക്കിയിട്ട് അത് കിട്ടിയിട്ട് ആഘോഷിച്ച പോലെ, 99 വിട്ടിട്ട് പോയ ഒന്നിന്റെ പുറകെ പോയതുപോലെ. അത്ര ദൂരം എത്ര പോയാലും അത്ര നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ വെയിറ്റിംഗ് പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ ചില സമയത്ത് കർത്താവ് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. 1-2 ദിവസത്തെ വഴി ദൂരത്തിലായിരുന്നപ്പോഴും ലാസർ മരിക്കുന്നത് വരെ ലേറ്റ് ആയ ഒരു കർത്താവ് അല്ലെ. മരിക്കുന്നവരെ കർത്താവ് വെയിറ്റ് ചെയ്യല്ലായിരുന്നു. വാസ്തവത്തിൽ വേണമെങ്കിൽ പൊക്കൂടായിരുന്നു, സ്നേഹം ഉണ്ടാകുന്നേ പോകായിരുന്നു. കർത്താവിന് അറിയാൻ കഴിഞ്ഞിട്ടാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലേ, ലാസർ മരിച്ചു. പക്ഷെ ഉദ്ദേശം എന്തായിരുന്നു അറിയാമോ? ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ മരിച്ചേ പറ്റും. 4-ാം ദിവസം എന്ന് പറയുന്ന ലോകത്തിന്റെ കണക്കിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. ഈ ഫോറൻസിക് സയൻസ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയില്ല, 4-ാമത്തെ ദിവസത്തേക്ക് അവസ്ഥയെ നോക്കുകയും മാഗറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഡാൻസ് കളിക്കുന്ന സമയമാണ്. ആ സമയത്താണ് കർത്താവിന്റെ റൈറ്റ് ടൈം. വാർത്തയൊക്കെ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടാവും വന്നേക്കുന്ന ലേറ്റ് ആയിട്ട്. കുറെ കഴിഞ്ഞപ്പോ പതുക്കെ അന്വേഷിച്ചൊക്കെ വന്നിരിക്കുക. ഹല്ലേലൂയ, അവൻ വരുന്നത് തക്ക സമയത്ത്. എന്റെ യേശു എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് തക്ക സമയത്ത്. എനിക്ക് ലേറ്റ് ആയിട്ട് തോന്നുമെങ്കിലും കർത്താവ് ഇടപെടുന്നത് ഏറ്റവും റൈറ്റ് ടൈമിൽ. അവന്റെ കൈ എന്റെ പ്രശ്നത്തിനകത്തേക്ക് ഇടപെടുന്നത് എന്റെ റൈറ്റ് ടൈമിനകത്ത്. അവന്റെ പ്ലാൻ എന്റെ ജീവിതത്തിനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നത് റൈറ്റ് ടൈമിലെ വരത്തും. ലോകം ലേറ്റ് ആയി പോയെന്ന് പറയുന്നിടത്ത്, ലോകം പറ്റത്തില്ല നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത്, ഇനി ഒരു വഴിയും ഇല്ലെന്ന് പറയുന്ന സമയത്താണ് കർത്താവിന്റെ ടൈം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ പുതിയ ഭാഷയിലൊക്കെ പറഞ്ഞ കർത്താവിന്റെ ഇൻട്രോ എന്ന് പറഞ്ഞ ഒരു 1.5 ഇൻട്രോയാണ്. കർത്താവ് ഒന്ന് ഇറങ്ങുന്നെന്ന് പറയുന്നത്, കർത്താവ് എന്റെ പ്രശ്നത്തിനകത്തോട്ട് ഇടപെടുക എന്ന് പറയുന്നത് ഒരു ഒരു മാസ് സീനാണ്. ആണോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിനകത്തോട്ട് ഇടപെടുന്നത് മാസ് എൻട്രി ആയിരിക്കും? ഹല്ലേലൂയ. ഈ സാധനം സിനിമയൊക്കെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, പണ്ടത്തെ കാലത്തൊക്കെ ഓരോരുത്തർ വന്നിറങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൂസ് അല്ലേ,
കാറിന്റെ ഡോർ തുറക്കുന്നു, ഷൂസ് താഴെ. കർത്താവ് വന്ന് ഇറങ്ങുന്നത് എങ്ങനെ എന്റെ പ്രശ്നത്തിൽ ഒന്ന് ഓർത്തു വയ്ക്കേ. മുഴുവൻ മഹത്വത്തോടെ വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടേ ഒന്ന്. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ഒരു ലാൻഡിങ് എന്റെ ജീവിതത്തിൽ ഓരോ മേഖലയിലേക്ക് കർത്താവ് ഒന്ന് ലാൻഡ് ചെയ്യുന്നതെന്ന് കണ്ടോണ്ട് പറഞ്ഞേ, ഓ ഹല്ലേലൂയ, ഒരു മാസ് എൻട്രി. താങ്ക് യു ജീസസ്. നമ്മൾ അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ചിന്തിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വിശ്വസിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മാസ് എൻട്രിയാണ്. താങ്ക് യു ജീസസ്. ഇത് വാസ്തവത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശീലിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളൊന്ന് നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ആകെപ്പാടെ വിഷമിച്ച് ഒരു പരുവത്തിലായ നടന്നു പോകും. ഒരു മാസ് എൻട്രി ആയിട്ട് ഒന്ന് നടന്നു നോക്കി, ആരാണ് ഞാൻ ആരുടെ കൂടെ നടക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് വിശ്വസിച്ച് നടന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ സൂസനൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഞങ്ങളത് കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതവും തോന്നും, സന്തോഷവും തോന്നും, കൊതിയും തോന്നും, എത്ര അനുഗ്രഹമെന്നും തോന്നും. വേറെ ആരുടെയും കാര്യമില്ല. നമ്മുടെ തങ്കു ബ്രദർ ഒരു മീറ്റിംഗ് ഒക്കെ എടുത്തു. സാറിന് ഞങ്ങള് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് ഹോട്ടലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. ഞാൻ മിക്കവാറും സാറിന് അന്നേരം റൂമിലോട്ട് പോകത്തില്ല, അതിനെ ക്ഷീണിച്ചായിരിക്കും വരുന്നത്. ഞാൻ തങ്കൂറിനെ ക്ഷീണിച്ചാൽ ഞാനും ക്ഷീണിച്ചായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് പനിയാൻ്റെ ഒന്നും ഇല്ലെങ്കിൽ തങ്കൂർ ഒറ്റയ്ക്കുള്ളത് ഹോട്ടലിന്റെ പോർച്ചിൽ നമ്മൾ വണ്ടി നിർത്തി അതുകൊണ്ട് ഇറങ്ങി യാത്രയൊക്കെ വന്നാൽ പിന്നെ നാളെ ഇന്ന സമയത്ത് കാണാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് പ്ലസ് ചെയ്ത് അങ്ങോട്ട് ഇടും, പ്ലസ് ചെയ്ത് പോകുന്നു. തങ്ങൾ തിരിച്ച് ഹോട്ടലിനകത്തേക്ക് നടന്നു പോകുന്നത് കണ്ടാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ക്രിസ്തുവിലുള്ള ഉറപ്പ്. ആ ബൈബിൾ ഇങ്ങനെ പിടിച്ചിരിക്കുക, അതിങ്ങനെ വെച്ചിട്ട് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരൊറ്റ മലയാള സിനിമയിലും ഒരു നായകന്മാരും അങ്ങനെ പോകത്തില്ല. അത്രയ്ക്കും ബോൾഡായിട്ട്, അത്രയ്ക്കും തല ഉയർത്തി. അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനം എന്താണെന്നുള്ള എന്റെ പവർ കാണിച്ചോണ്ട് അകത്തോട്ടാ കയറി പോകുന്ന ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ക്രിസ്തുവിൽ എന്ത് ഉറപ്പുണ്ടെന്ന്. അതേത് രാജ്യത്തിലാണെങ്കിലും ശരി, ഇനി ആരൊക്കെ എത്ര വലിയ VIP അവിടെ ഉണ്ടെങ്കിലും, ഞാനൊരു മലയാളിയാണെന്നോ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നോ ഞാൻ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്നുള്ള എന്റെ മുഴുവൻ ഉറപ്പോടുകൂടി നടത്തോട്ട് നടന്നു. ഞാൻ ശരിക്കും കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടത് ഞാൻ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ അകത്ത് പോകുന്നവരെ എനിക്ക് നോക്കിയിരിക്കുന്നത് തോന്നുന്നു. കാര്യം ആ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൽ നടക്കുന്ന നടപ്പ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മൾ വാസ്തവത്തെ അതാവണം. ഇതിന്റെ വേറൊരു വേർഷന്റെ കാര്യം തങ്കപ്രവർ കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഞാൻ അങ്ങനെ ആക്കിയത്. കാര്യം എനിക്ക് ഓരോ ദിവസം എന്നെ കർത്താവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. പേടിച്ച് നടന്ന സമയങ്ങളുണ്ട്, പക്ഷെ കർത്താവിന്റെ കൂടെ നടക്കാൻ പറയുമ്പോൾ ഓരോ ദിവസവും വ്യത്യാസം വന്ന് ഇത്രത്തോളം ഉറപ്പിലേക്ക് നടക്കും. താങ്ക് യു ജീസസ്. ആ ബോധ്യം നമ്മുടെ അകത്തൊന്നും വരാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ തല ഉയർത്തി പിടിക്കും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയും എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരത്തിന്റെ നടപ്പല്ല കേട്ടോ, അത് ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ള നടപ്പാണ്. നമുക്കിവിടെ ഭയങ്കര ധൈര്യമായിട്ട് ഞാൻ ഭയങ്കര സാധനം എന്ന് പറഞ്ഞിട്ട് പോവാം, അങ്ങനെയല്ല. ഇവൻ എന്റെ ഒപ്പം ക്രിസ്തുവിലുള്ള ഉറപ്പിൽ നടക്കണം. ഞാൻ എന്റെ അഹങ്കാരത്തിലുള്ള നടക്കണം, ക്രിസ്തുവിലുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിലുള്ള ഉറപ്പിൽ എന്റെ അപ്പൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ആ ഉറപ്പിൽ ഞാൻ നടക്കും. അഹങ്കാരത്തോട് ഒരിക്കലും തല ഉയർത്തി പിടിച്ച് നടക്കരുത്. അഹങ്കരിക്കാം ഒരു കാര്യത്തിൽ, ഞാൻ അവന്റെ മകനാ, അവന്റെ മകള്, അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. നന്നായിട്ട് അഹങ്കരിക്കാം. കാരണം കൃപയാൽ, just by his grace I have been chosen by him. എന്റെ ഒരു മെറിറ്റും ഇല്ല, പക്ഷെ ഔട്ട് ഓഫ് ഹിസ് ഷിയർ ലവ് he loved me. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, കർത്താവ് ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ മുഴുവൻ ആശ്രയത്തിന് ക്രിസ്തുവിൽ ഉറപ്പോടെ നടക്കാൻ എനിക്ക് കർത്താവ് ഭാഗ്യത്തിനായിട്ട്. കർത്താവ് ഞങ്ങൾ കേട്ടത്, കർത്താവ് ഞങ്ങളോട് ഓർമ്മിപ്പിച്ചതും എല്ലാം ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കർത്താവിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ പ്രിയ ചെയ്തതിനായി സ്തോത്രം.
കർത്താവെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവ് നിന്നോടുള്ള കൂട്ടായ്മ മുന്തിരിവള്ളി കൊമ്പിനോട് ചേർന്ന് വസിക്കും. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഒറ്റ മനസ്സോടെ കർത്താവുമായിട്ട് ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ ആരെന്ന് തിരിച്ചത് സന്തോഷത്തോടെ ഞങ്ങൾ മനസ്സ് പുതുക്കി ഓരോ ദിവസവും ഞങ്ങൾ രൂപാന്തരപ്പെട്ടു. എല്ലാം കർത്താവിന്റെ കയ്യിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വെച്ചിരിക്കുന്ന ഓരോ നല്ല സമയത്തിനുമായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഈ അധികാരം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നന്മ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായ അധികാരത്തിൽ കർത്താവ് നമ്മളെ പറ്റി എന്താ ഉദ്ദേശിക്കുന്നു അത് മുഴുവൻ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കും എന്ന് പൂർണ്ണമായിട്ട് ഉറക്കാം. അവിടെയാണ് ക്രിസ്തുവിനെ ധരിച്ച് നമ്മൾ നടക്കുന്നതിന്റെ വ്യത്യാസം. എനിക്കറിയാം, ഞാൻ എന്റെ അനുഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെസ്സേജ് ക്ലോസ് ചെയ്തതിനു ശേഷം പറയുകയാണെങ്കിലും നമ്മുടെ ക്രിസ്തുവിനെ ധരിച്ചു നടക്കുക എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായി അവനിലായി, അതായത് ഞാൻ അവന്റെ കോ എയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പലരും നമ്മളൊരു സിറ്റിസൺ എന്നല്ല, ശരിക്കും കോ എയർ ആവുന്നത് ക്രിസ്തുവിനെ ധരിച്ച് ആ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴേ. ഒരു ക്രൗൺ പ്രിൻസിനെയൊക്കെ ആണെങ്കിൽ അവരെ വാഴിക്കണം അല്ലെ, അവരെ അനോയിന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരെ ക്രൗൺ പ്രിൻസിന്റെ പൊസിഷനിലേക്ക് എത്തുന്നത്. അതിനുള്ള ആ ചടങ്ങ് കഴിയുമ്പോഴാണ് ദേ ആർ ഹാവിങ് ദ പവർ. പോലീസിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് യൂണിഫോം ഇടുമ്പോഴാണ് ശരിക്കും പോലീസാണ് അല്ലേ. അതുവരെ പോലീസാണോ? ആണ്. പക്ഷെ പോലീസ് അല്ലേ? അല്ല. പൂർണ്ണതയിലെത്തി ക്രിസ്തുവിനെ ധരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് പൂർണ്ണതയിലെത്തി. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്കറിയാം, ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാരെ സ്നാനപ്പെട്ടവർ. ഈ സ്നാനം എന്ന് പറയുന്നതിനകത്ത് വാസ്തവത്തിൽ ഒരിക്കലും ഇതിനകത്ത് യാതൊരു ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് 12 വർഷം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന 12 വർഷം ഇതിനെതിരായിട്ട് നിന്നൊരു പാർട്ടി ഞാൻ. പക്ഷെ ഇതെനിക്ക് മനസ്സിലാകുന്നുണ്ട് 12 വർഷം എന്നെ ശരിക്കും നഷ്ടമായിപ്പോയി. അതിന് സ്നാനം ഒന്നേ ഉള്ളൂ, അത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്താണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ഒരു ആളായതുകൊണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ക്ലിയർ ആയിട്ട് ഇടപെട്ട് പറഞ്ഞപ്പോഴാണ് ഞാനത് ചെയ്തത്. പക്ഷെ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് എന്റെ 12 വർഷം നഷ്ടമായി. ഹല്ലേലൂയ. നമ്മളെ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് അടുത്ത ആഴ്ച സ്നാന ശുശ്രൂഷയുണ്ട്. പ്രാർത്ഥിക്കണം. കർത്താവ് ആൾക്കാരെ റെഡിയാക്കിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. ഇനിയും അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിരിക്കുന്ന ഏതാണ്ട് നല്ലൊരു ശതമാനമാണ്. ഒരിക്കലും ഞാൻ അത് അവരോട് വീണ്ടും അത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ സ്പെഷ്യലി ആർക്കെങ്കിലും സംശയം പറയാം. ഒരിക്കലും ശിശു സ്നാനവും തെറ്റാണ്, മുതിർന്ന സ്നാനവും തെറ്റാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതും തെറ്റാണ്, വലിയ ആൾക്കാരെ സ്നാനപ്പെടുത്തുന്നതും തെറ്റാണ്. ഇപ്പൊ മനസ്സിലായോ? ഇത് രണ്ടും തെറ്റാണ്. വിശ്വസിച്ച് സ്നാനപ്പെടുന്നതാണ് ശരി. വെറുതെ പ്രായമായി എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടും കാര്യമില്ല. വിശ്വസിച്ച് സ്നാനപ്പെടണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതാണ് പാസിംഗ് ഔട്ട് പരേഡ്. യൂണിഫോം ഇട്ട് ഇറങ്ങുന്ന ഇറക്കമാണ്. 12 വർഷം ട്രെയിനിങ് ക്യാമ്പിൽ കിടന്ന പാർട്ടിയാണ്. ഒന്നും നടന്നില്ല. പോലീസായോ? ഇല്ല. അല്ലേന്ന് ചോദിച്ചാൽ അല്ല. പാസിംഗ് ഔട്ട് കഴിഞ്ഞപ്പോഴാണ് പിടി കിട്ടിയത്. എവിടെയെങ്കിലും പോയി നിന്ന് ഒന്ന് ഇറങ്ങിയാൽ യൂണിഫോം ഉള്ളത് കൊണ്ട് ഒരു വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലായത് ഇത് കഴിഞ്ഞപ്പോഴാണ്. മഫ്തി നടന്ന ഒരു വിലയില്ല, യൂണിഫോം ഇട്ട വിലയുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്. വലിയ വലിയ കാര്യങ്ങൾ. ഞാൻ നമുക്ക് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സുധാ സിസ്റ്ററിന്റെയും പ്രതിഭന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആരുടെ? ഒരാളുടെ മാനി സിസ്റ്ററിന്റെ, ബിനോയ് ബ്രദർ, മാനി സിസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും എനിക്ക് എല്ലാവരും സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. അതെ,
ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഓക്കെ. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി വേറെ ആരുടെയെങ്കിലും ഉണ്ടോ? സുധാ സിസ്റ്ററിന്റെ വെഡിങ് ആനിവേഴ്സറി, ബിനോയ് ബ്രദർ മാനി സിസ്റ്റർ വെഡിങ് ആനിവേഴ്സറി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു ചേർന്നു ഈ 2 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? ഇല്ല. ബർത്ത്ഡേ ആരുടെ ഇല്ല. ഓക്കെ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്റ്റാൻഡി ബൈ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി 2 പേര്. കർത്താവ് ഞങ്ങൾ ചേർന്ന് സഭയായിട്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കർത്താവ് 2 കുടുംബങ്ങളെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക. ഇവര് സഭയ്ക്ക് കർത്താവ് ഞങ്ങളുടെ കൂട്ടത്തിനും കർത്താവ് ഒരു അനുഗ്രഹമാണല്ലോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ചേർന്ന് പുതിയ വർഷം കർത്താവ് സർവ്വ നന്മകളാൽ അറിയാൻ കൽപ്പിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ ഇവരെല്ലാ മേഖലയിലും കർത്താവ് സാമ്പത്തികമായും ഭൗതികമായും എല്ലാ മേഖലയിലും നിറവിനാൽ നിറയട്ടെ. കർത്താവ് അനുഗ്രഹത്താൽ കർത്താവ് നിറച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ നന്മ നീ ആസ്വദിച്ച് അനുഭവിക്കുക തന്നെ ചെയ്യും. യേശു നിങ്ങൾ ചേർന്ന് സഭയായി ചേർന്ന് ഈ 2 കുടുംബങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ മേഖലയിലും കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഏറെ നമ്മളെ നിറച്ചതിന് നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വയലിലേക്ക് വിതയ്ക്കാം. കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾക്ക് കർത്താവ് അനുഗ്രഹിച്ച് തന്നതെന്ന് കർത്താവ് ഞങ്ങൾ നിന്റെ വയലിലേക്ക് വിതയ്ക്കുന്നു. 100 മടങ്ങായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ്, ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവ്, സകല മഹത്വം ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സോ പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ അതുപോലെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത്. കാര്യം പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ വരാൻ അത് സ്വാഭാവികമാണ്. എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, തിരക്കായിരിക്കും, ജോലിയിലായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നവരും ഉണ്ട്, അതിന്റെ നല്ല സെൻസിൽ എടുക്കുന്നവരും ഉണ്ട്. തിരക്കായിരിക്കും. തിരക്കാണോ എന്ന് ചോദിച്ചാൽ നല്ല തിരക്കാണ്. പക്ഷേ ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്തതുപോലെ തിരക്ക് വരുന്ന സമയങ്ങൾ കുറവാണ്. എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ തിരക്കാണെങ്കിൽ ഫോൺ എടുക്കത്തില്ല, പക്ഷെ തിരിച്ച് ഞാൻ വിളിച്ചിരിക്കും 100%. എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഒരു കോൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചവരെ വിളിച്ചിരിക്കണം. ഞാനത് നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യാതെ. ദാറ്റ് ഷുഡ് ബി നമ്മുടെ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അത് നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ. ചിലതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഒരു ഫോൺ വന്ന് ഒരു മിസ് കോൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിളിച്ചിരിക്കണം. ദാറ്റ്സ് എ മാനേഴ്സ്. നമുക്ക് അതിനകത്ത് വേറെ ഒരു എക്സ്ക്യൂസ്. കാര്യം ഇപ്പോഴത്തെ ഫോണിനകത്ത് ഒന്നുമില്ല, അറിയാമല്ലോ ആരാ വിളിച്ച. മറ്റേ പഴയ കറക്കുന്ന ഫോൺ ഉപയോഗിക്കുന്ന ആരും ഇല്ലല്ലോ ഇപ്പൊ. ഈ മറ്റേ കറുത്ത പഴയ സാധനം അതാരുടെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഫോണിൽ എന്തായാലും അത് കാണാൻ പറ്റും. സോ അതുകൊണ്ട് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും പകലത്തെ സമയത്ത്, എസ്പെഷ്യലി എന്റെ ജോലിയുടെ സമയത്ത് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ ഇൻ കേസ് ഞാൻ ഒരു മീറ്റിംഗിലാണ് അല്ലെങ്കിൽ ഞാൻ അതുപോലെ തിരക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല, പക്ഷെ തിരിച്ചു വിളിച്ചിരിക്കും നിശ്ചയം. അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പം ആണെങ്കിൽ എന്നെ രാവിലെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്കെഡ്യൂൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി സാധാരണഗതിയിൽ സൂസനെയൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങൾ വന്ന് കിടക്കുമ്പോൾ എങ്ങനെയായാലും 2 മണി 2:30 ആവും രാത്രി. ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് 9:30 ജോലി തുടങ്ങുന്നത്. ഞാൻ സാധാരണഗതിയിൽ നേരെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി നേരെ ജോലിക്ക് പോയിരിക്കുകയാണ് ചെയ്യും. കാരണം രാവിലെ എത്ര സമയം കിട്ടത്തുള്ളൂ. പകലത്തെ ആ ഒരു സമയത്ത്, അതായത് ഒരു 7 മണി 8 മണി നമ്മൾ സാധാരണ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ മിക്കവാറും ഞാൻ ഉറക്കമായിരുന്നു. ഞാനൊരു 9 മണി കഴിഞ്ഞിട്ടേ എഴുന്നേക്കൂ. നേരെ പിന്നെ ജോലിക്ക് കയറുന്ന പരിപാടി. പക്ഷെ 9:30 ശേഷമാണെങ്കിൽ എപ്പം വിളിച്ചാലും കിട്ടും. ഇൻ കേസ് ഞാൻ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും നിശ്ചയം. ഞാനിത് പറയാൻ കാര്യം ചിലപ്പോൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, ഒന്ന് വിളിക്കണം. ഇനിയിപ്പോ തിരക്കാണോ അല്ലയോ എന്ന് പറയാം. പക്ഷെ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല തിരക്കാണ്. തിരക്കുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. അല്ലെങ്കിൽ എടുത്താൽ തന്നെ ഇവിടെ പലർക്കും അറിയാവുന്ന എന്നെ ആ ഒരു സമയത്ത് വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ സിസ്റ്റർ ഇപ്പൊ ജോലിയിലാണ്, തിരക്കാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം. പക്ഷെ ഞാൻ വിളിച്ചിരിക്കും, തിരിച്ചു വിളിക്കും. അപ്പൊ അതുകൊണ്ട് ബിസിയാണ്, ജബി ബ്രദർ ബിസി, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിളിക്കാതിരിക്കുന്നത്. കാര്യം
എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നവരുണ്ട്, വളരെ സന്തോഷം. നമ്മുടെ ആൾക്കാരുടെ വിളി കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമുക്ക് അങ്ങോട്ട് ചെന്ന് ഓരോരുത്തരും ഇങ്ങനെ പുറകെ നടന്ന് വിളിക്കാം, പക്ഷെ ഓരോരുത്തരുടെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം, അത് വേറൊരു സംഗതി. കാര്യം എനിക്ക് അത് നമ്മളിപ്പോ പ്രായത്തിൽ കൂടുതലാണോ കുറവാണോ അതൊന്നും അല്ല കാര്യം. കർത്താവ് നമ്മളെ നിർത്തുന്ന ഒരു പൊസിഷനെ വരുമ്പോൾ മക്കളുടെ വിളി ഏതപ്പനും ഇഷ്ടം. മക്കളെന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ ആ വിളി. ഹല്ലേലൂയ. സോ അതുകൊണ്ട് വിളിക്കാൻ ആരും പഠിക്കണ്ട. ആവശ്യമുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ സുഖമായിട്ട് വോയിസ് മെസ്സേജ്. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ വോയിസ് മെസ്സേജ് ഇടുന്നവരുണ്ട്, ഞാൻ തിരിച്ച് വോയിസ് മെസ്സേജ് ഇടും. സോ നമുക്കിപ്പോ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പല രീതിയിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഐവറി ടവറിൽ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, താഴെ ഇറങ്ങിയിരിക്കുന്ന ഇഷ്ടം. അപ്പൊ എപ്പം വേണമെങ്കിലും വിളിക്കാം, അത്യാവശ്യങ്ങളുള്ളപ്പം വിളിക്കാം. അത്യാവശ്യമാണെങ്കിൽ വർക്കിംഗ് ടൈമിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട്, തീർച്ചയായിട്ടും വിളിക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കും. അതുപോലെ തന്നെ ഇൻ കേസ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. മിസ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും. സോ ആ ഒരു എക്സ്ക്യൂസ് വേണ്ട, അത് പറഞ്ഞോ. പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ കാര്യം, പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാനിത് പെട്ടെന്ന് നോക്കി പറഞ്ഞത്. സോ പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരെ അടിപൊളി സാക്ഷ്യത്തിലേക്കാണ് പോകും. സാക്ഷ്യത്തിന് റെഡിയാണോ? അതിനെ അൺമ്യൂട്ട് ചെയ്തു. So basically, my testimony is that I finally got my G2, but it's not as easy as it is. But like, because I've been trying to get my G2 since the beginning of 2020, but since COVID was a thing, it just kept getting rescheduled, postponed, and then I finally got a date for December. But then even then it was so late. But like, I was on TikTok one day, and for some reason it just said, oh, there's like a test center that's open. If you go check right now, you can get a date. So I checked and I got a date for the very next day, which was like on Wednesday. I wasn't really ready for anything, but like, I was like, whatever, I'll give it to God and I'll just go. I got a date. I finally got a chance to take it, because I've been trying to get a chance. I haven't gotten a single chance till right now. So I gave it to God, went. Thank God I got a very nice instructor. And yeah, that's about it. I finally got my G2, and yeah, praise to God. Hallelujah. Congratulations. Thank you. Another driver. പിള്ളേർക്ക് ലൈസൻസ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അത്രയും കുറച്ച് വണ്ടി ഓടിച്ച ഉടനെ തന്നെ കാർ എടുക്കുക, കാറോ 4-wheeler whatever. Now you have the right, you can ask for it. ഓൾറെഡി ലൈസൻസ് ഞാൻ നാളെ വണ്ടി കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു ഡ്യൂട്ടി. വെരി ഗുഡ്. അത് വാങ്ങിക്കണ്ട, അതിനെ കടം വാങ്ങിച്ച് വണ്ടി കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. Something very good. My birthday is just around the corner, so you know. At least he's giving me. Yeah. Hallelujah. എല്ലാ മഹത്വം കർത്താവ്. Thank you Jesus. ചിത്ര സിസ്റ്റർ, വിക്രം ബ്രദർ, അൺമ്യൂട്ട്. Praise the Lord. Praise the Lord. സാക്ഷ്യം ആയിട്ട് പറയാനുള്ളത് കർത്താവിന് നന്ദി പറയാനാണ്. ബേസിക്കലി ചിത്രയ്ക്ക് പപ്പയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടായിട്ട്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കുറച്ച് ദിവസം ഒത്തിരി പ്രയാസമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം കുറച്ചുകൂടി സിവിയർ ആയിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ ഒക്കെ പോയിട്ട് ഈ കോവിഡിന്റെ ഇഷ്യൂസ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വേണ്ടത്ര ഒരു ശ്രദ്ധ, അതുപോലത്തെ ഒരു ഇത് ആദ്യമേ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ കാണാൻ അഡ്മിറ്റ് ആയേണ്ടി വന്നു. ICUലായിരുന്നു കുറച്ച് ദിവസം. കാർബൺ ഡയോക്സൈഡ് ഓക്സിജന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട്.
ശ്വാസം മുട്ടലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞാനിങ്ങനെ അവരും വീട്ടിൽ എല്ലാവരും കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു നാട്ടില്. ഞാൻ ജയബുദ്രന ഈ കാര്യം പറഞ്ഞു, ജയബുദ്രൻ അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു, ബലപ്പെടുത്തി. സോ ഞാൻ അത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം തന്നെ നല്ല ഒരു വ്യത്യാസം, ബ്രീത്തിങ്ങിനും എല്ലാത്തിനും നല്ല ചിത്രയുടെ സിസ്റ്റർ വന്നു കഴിഞ്ഞ് നോക്കിയപ്പം ICUയിലൊക്കെ ഈസ് ടോട്ടലി ഫൈൻ, കൈയൊക്കെ വീശി കാണിച്ച് നല്ല സന്തോഷമായിട്ട് ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം റൂം എടുത്ത് മാറി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം തന്നെ ഡിസ്ചാർജുമായി. സോ ഈ സിറ്റുവേഷനിൽ പുള്ളിക്കാരും ചിത്രയും ടെൻസ്ഡ് ആയിരുന്നു, നാട്ടിൽ പോകേണ്ടി വരുമോ എന്താണ്, കാരണം ഡോക്ടേഴ്സ് അങ്ങനെയുള്ള രീതി പറഞ്ഞ് കേട്ടപ്പോൾ. ബട്ട് ഓൾ പ്രൈസ് ടു ഗോഡ്, ഹീസ് ടോട്ടലി ഫൈൻ നൗ. ഗോഡ്, ജീസസ് കംപ്ലീറ്റ്ലി ഹീൽഡ് ഹിം. ആമേൻ. ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ നാട്ടിലൊന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്കിയാണ്. അതുപോലെ തന്നെ നാട്ടിൽ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യമുള്ളവർക്ക് പോലും ചെറിയൊരു ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രോപ്പർ മെഡിക്കൽ കെയർ കിട്ടുന്നില്ല. നാട്ടിലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം എന്താ പറയുക, വളരെ ചാലഞ്ചിങ് ആയ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അവിടെയൊക്കെ കർത്താവ് കാത്ത് പരിപാലിച്ചതിനെ ഓർത്ത് എല്ലാ മഹത്വം കർത്താവെല്ലാം നന്മയ്ക്കായിട്ട് തന്നെ ചെയ്യുക. സോ അടുത്തത് മാഹിനി സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് ഷെയർ സാക്ഷ്യം പറയുന്നത് ഞാൻ ആലോചിക്കായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് സംസാരിക്കാൻ കർത്താവ് നടത്തിയ വിധങ്ങളെയൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. മുന്നമേയുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആ രാജ്യത്തിൽ എന്താ പറയുന്ന കർത്താവിന്റെ സ്വന്തം മകനും മകളും ഒക്കെ ആയിട്ട് ഇരിക്കാനുള്ള അധികാരം, അതൊക്കെ ആ സ്നേഹത്തിൽ നമുക്ക് തന്ന് നമ്മളെ ഓരോരുത്തർ ദൈവത്തെ മാനിക്കുന്നതാണ്. ഞാനൊന്ന് പല കാര്യങ്ങളും അങ്ങനെ ഷെയർ ചെയ്ത കൂട്ടത്തില് ഞാൻ വിചാരിച്ചത് വാസ്തവത്തിൽ നമ്മളെ ഓരോരുത്തർ സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കാൻ, ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഞാനാണ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മളെ ഒരു അടയാളമാക്കാനായിട്ട് കർത്താവിനെ കൊണ്ട് നിർത്തുന്നത്. നമ്മളെ ഓരോരുത്തരും എല്ലാ മഹത്വം കർത്താവിന് ഷെയർ ചെയ്തു. അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് സിസ്റ്ററുടെ. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യണം. ഇപ്പോഴും മ്യൂട്ടിൽ തന്നെയാണ്. ഇതെന്തായാലും എക്സാം ഒന്നുമല്ല, അതുകൊണ്ട് പിന്നെ സിസ്റ്റർ പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എനിക്ക് PSW ആയിട്ട് ജോലി കിട്ടി. ഒരാഴ്ച ജോലി ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഞാൻ ഓരോ കമ്മ്യൂണിറ്റി സർവീസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓരോ ക്ലയന്റിന്റെ അടുത്തും വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ഇവിടെ നമുക്ക് നമ്മുടെ എന്താ പറയാ കർത്താവിനെ പറയാനോ സാക്ഷ്യം പറയാനോ നമുക്ക് ഇവിടെ റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ കാതറിൻ കുൽമൻ സിസ്റ്റർ ചെല്ലുമ്പോൾ മഹത്വം ഇറങ്ങി രോഗികൾ സൗഖ്യമാകുന്നു, അതുപോലെ മാനസാന്തരപ്പെടുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ദൈവമേ എന്റെ ജീവിതത്തിലും വരുത്തണേ. ഞാൻ അത് കാരണം ഓരോ വീട്ടിലും ഓരോ ക്ലയന്റിനെയും വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, കർത്താവെ തങ്കു ബ്രദർ പറഞ്ഞിരിക്കുന്ന 800 കോടി ജനങ്ങൾ ഒരാളാണ് ഈ നോക്കുന്ന ഈ ക്ലയന്റ് അല്ലെങ്കിൽ ഈ വീട്. അങ്ങനെ മഹത്വം ഇറങ്ങണേ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. എന്നാണെങ്കിലും കഴിഞ്ഞ ആഴ്ച എന്റെ കോർഡിനേറ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എല്ലാവരും സിസ്റ്ററെയാണ് എന്താ പറയാ റിക്വസ്റ്റ് ചെയ്യണേ, വീണ്ടും അയക്കാൻ പറഞ്ഞ്. ഞാൻ വീക്കെൻഡിൽ മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ, എങ്കിലും അവരൊത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു ക്ലയന്റിന് എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വിസിറ്റ് ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ ഓർക്കണം, നമ്മള് കർത്താവിന്റെ ആ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാമീപ്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ നമ്മുടെ ആ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഞാനത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജെബി ബ്രദർ പറയുന്നുണ്ട്, അത് തോമസ് കുട്ടി ബ്രദർ പറയാറില്ല, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി ആ തോർത്ത് അവിടെ വെച്ചിരിക്കുകയാണ്, ബാക്കി നിങ്ങളാണ് ആ തോർത്തെടുത്ത് കഴുകേണ്ടത്. അത് ഞാൻ എപ്പോഴും എന്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോ ക്ലയന്റിനെ ചെയ്യുമ്പോഴും നമുക്കത് ഭാരമാണ്. ഒത്തിരി നമുക്കറിയാലോ, നഴ്സസിനെ അറിയാം, നമുക്കിവിടെ അവരെ കെയർ ചെയ്യുമ്പോൾ ഒരു ഭാരം. പക്ഷെ ഞാൻ ആ കടക്കുന്ന എന്ത് കാര്യം ചെയ്താലും കർത്താവ് നീ കടന്നാൽ ഇതുപോലെ ഞങ്ങൾ ചെയ്യണ്ടേ, അങ്ങനെ ഒരു മനസ്സാല ചെയ്യണോണ്ട്
തിരിക്കാനോ മറിക്കാനോ എനിക്ക് ഇന്നൊരു 2 ആഴ്ചയായി ചെയ്യണം, ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വളരെ ഷോർട്ടാണ്. പക്ഷെ എന്നാണാവോ തിരിക്കുമ്പോ ഒക്കെ പെട്ടെന്ന് തിരിഞ്ഞു പൊക്കോളും. എനിക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. കർത്താവേ, നീയാണ് കിടക്കണമെങ്കിൽ നിന്റെ ആത്മാവാണ് അതിനെ ശുശ്രൂഷിക്കേണ്ട അവകാശം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹൃദയത്തിൽ ഒരു സന്തോഷം അത് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. എല്ലാ മഹത്വം കർത്താവിന്. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പാഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റാണ് ഈ കമ്പാഷൻ. അതായത് ഒരാളെ ഒരു ഭാരത്തിൽ കണ്ടാല്, പ്രശ്നത്തിൽ കണ്ടാല് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന, അല്ലെങ്കിൽ ഒരു കൈത്താങ് കൊടുക്കുന്ന ആ അകത്തുനിന്ന് നമ്മുടെ ഹൃദയം കല്ലായി പോകാത്തതുകൊണ്ട് ഈ കമ്പാഷൻ ഉള്ള, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ മനസ്സ് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആ കമ്പാഷൻ ഉള്ളൊരു ഹൃദയത്തിന് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. നമുക്കിപ്പോ ഒരാളോട് അങ്ങനെ ഒരു മടുപ്പ് തോന്നിയാൽ, ഇപ്പൊ ഞാൻ ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്ന് നമ്മൾ തോന്നിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ട്യൂണിങ്ങിനകത്ത് വന്നിട്ടില്ല. നമുക്ക് ഒരാളെ കാണുമ്പോൾ, ഒരു ഭാരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം അലിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സെൻസിറ്റീവ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ പദ്ധതി എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിച്ചു തരുമ്പോൾ കറക്റ്റായിട്ട് പിടികിട്ടും. നമ്മൾ ഓരോ മൂവ് മുമ്പോട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ അലിയുന്ന ഹൃദയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കർത്താവിന്റെ അറ്റസ്റ്റേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നു. ഒരു അഡ്വാൻറ്റേജ്, വലിയൊരു അഡ്വാൻറ്റേജ്, അതൊരു ഗിഫ്റ്റാണ്. മനസ്സലിഞ്ഞാണ്, നമ്മുടെ മനസ്സലിയുന്നുണ്ട്. ഒരാളെ കണ്ട്, ഒരാള് ഭാരത്തിലും പ്രശ്നത്തിലും കാണുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു അവരോടൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും നമ്മളിൽ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഭാഗത്താൻ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. സോ എസ്പെഷ്യലി ഞാൻ പറയാം, ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വലിയൊരു കൃപയാണ് വാസ്തവത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫീൽഡിലേക്ക് നിങ്ങളെയൊക്കെ ഇറക്കി വിട്ടേക്കുന്നത്. കാരണം അനേകർക്ക് ആശ്വാസം പകരാൻ കർത്താവിന്റെ എക്സ്റ്റൻഷൻ, കൈയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അതേത് ഫീൽഡിൽ നിന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മെഡിക്കൽ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരാ ശരിക്കും ഫൈനൽ ടച്ച് പോയിന്റ്. ഒരാളെ കാണുമ്പോൾ എന്താ, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്തതൊക്കെ ഞാൻ സൂസനോട് പറഞ്ഞു, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ. നീ ഇപ്പോഴും അങ്ങനത്തെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരെ ഇങ്ങനെ കെയർ ചെയ്യാൻ, കമ്പാഷനേറ്റ് ആയിട്ട് അവരുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല. അവരോട് ഇപ്പൊ ഈ ഡോക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഈ റൗണ്ട്സിന് പോകുന്ന ഒരു പോക്കുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം ഓരോരുത്തരെ കണ്ട് അവരുടെ പ്രശ്നം കേട്ട് അവരെ ആശ്വസിപ്പിച്ച് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ റിഫ്ലക്ട് ചെയ്താ പോകുന്നത്. അതിവിടെ ഇരിക്കുന്ന ഒരു ഫീൽഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കിക്കോളും, യു ആർ ദ ഫൈനൽ ടച്ച് പോയിന്റ് ഓഫ് ജീസസ്. നിങ്ങൾ ചെന്ന് ഓരോരുത്തരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നിങ്ങളാണ് അവസാനത്തെ പോയിന്റ്. കർത്താവിന്റെ കൈയുടെ ഏറ്റവും ടിപ്പാണ്. നിങ്ങൾ തൊടുമ്പോൾ കർത്താവ് തൊടുന്ന പോലെ അകത്ത് മനസ്സങ്ങനെ നമ്മൾ നിർത്തണം. നല്ലതാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങളും ഞാൻ കേട്ട വചനവും ഒക്കെ ഹൃദയം രൂപാന്തരം കർത്താവ് ഞങ്ങൾക്ക് ചെയ്യുന്ന സകല നന്മകൾക്കുമായി ഞങ്ങളെ ഓരോ ദിവസവും കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ചെയ്യുന്ന സകലതും കർത്താവ് നന്മയ്ക്കായി കൂടി ഞങ്ങൾ ചെയ്യുന്നതിനായിട്ട് കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, കർത്താവിൽ ഉറയ്ക്കുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ മുമ്പോട്ട് പോകും. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മളോട് കൂടെ എപ്പോഴും ഉള്ളതിനായ സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന പിതാവിനെ ആർക്ക് വിളിച്ച് മഹത്വം. ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജീസസ് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്.